200 കോടി നിനക്ക് വേണം, എന്നാലും നീ റിട്ടയർ ചെയ്യണം, അത് വരെ പണിയെടുക്കും. ലിക്വിഡ് ക്യാഷ് അതിനാണ് റിട്ടയർമെന്റ് എന്ന് പറയട്ടോ. കോംപ്രമൈസ് ഇല്ല. അതായത് 200 കോടി കിട്ടുന്നവരെ നീ പണിയെടുക്കും. ലൈഫ് സെറ്റ് ആണ്, ഒന്നും 50 ലക്ഷം അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഈ പണിക്ക് പോകണ്ടെന്ന് വിചാരിക്കുന്ന മലയാളികളുണ്ട്. അല്ല, അതിൽ സേ 50 അങ്ങനെയാണെങ്കിൽ ഒരു 10 കോടി ഡീസന്റ് ഉണ്ടെങ്കിൽ അതിൽ സേ 10 CR 3 കോടി 4 കോടി ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ എക്കോണമി അനുസരിച്ച് ഈ ക്രേവിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ജിം മെമ്പർഷിപ്പ് എല്ലാം കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ചെയ്തു. ഹെൽത്തിലേക്ക് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും പ്രശ്നം. ജിം മെമ്പർഷിപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ്, 30 ഡേ ഫുഡ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ലല്ല എന്താ ഇപ്പൊ ഇൻഷുറൻസ് കൊടുക്കുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ തരുന്നു. 30 ഡേ ഡയറ്റ് ഫുഡ്, ജിം മെമ്പർഷിപ്പ്. ഇവിടെ ക്രിയേറ്റീവ് ടെക് സ്റ്റാർട്ടപ്സ് ഇല്ല. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളതുകൊണ്ട് ഒരാൾ ക്രിയേറ്റീവ് ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങും ഇല്ലല്ലോ. എപ്പോഴും ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊരു സക്സസ് സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ പേരൻസ് ഒക്കെ എന്തുകൊണ്ട് ഇപ്പൊ രാവിലെ 6 മണിക്ക് കുട്ടികളെയും കൊണ്ട് ടർഫിൽ പോയിട്ട് അവരെ ക്യാമ്പിൽ ഇരുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ISL കളിച്ച് BMW ബെൻസ് ഒക്കെ മേടിച്ചതിന്റെ ഒരു ബലമാണത്. അപ്പൊ നമ്മൾ പോയത് ടെക് വീസസ് ബ്രാൻഡ് എന്നാണ്. അതിലിപ്പോ നമ്മള് കൺക്ലൂഷൻ ആയോ? ടെക്നോളജി ബ്രാൻഡ് ആയിരുന്നില്ല എനിക്ക് തോന്നുന്നു. പോയിന്. അതില് സ്റ്റെഫിന്റെ ഒരു വേർഡിക്റ്റ്. എനിക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഒരു ഡിബേറ്റ് ചെയ്യാനുണ്ട്. ചോദ്യത്തിൽ എനിക്കൊരു ഡിബേറ്റ് കൊടുക്കാറുണ്ട്. ഇപ്പോ ഇതാണോ അതാണോ എന്നല്ല ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ ആ ഓപ്ഷൻ, 2 ഓപ്ഷൻ എനിക്കില്ല. എനിക്ക് ചിലപ്പോൾ 2 ഓപ്ഷൻ എനിക്കുണ്ട്. അപ്പൊ ചിലപ്പോൾ എനിക്ക് ഒരെണ്ണം ഇതായിരിക്കാം അല്ലെങ്കിൽ അതായിരിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് 2ഉം ഉണ്ട്. അപ്പൊ ഞാൻ 2ഉം പറയും. വീട്ടില്ലേ 2 പറയാനാണെങ്കിൽ ചോദിക്കണ്ടല്ലോ. അത് ശരിയാണ്. പക്ഷെ ഈ ഡിബേറ്റിനുള്ളിൽ ഞാൻ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് വേറെ തന്നെയാണ്. ടോപ്പിക്കൊക്കെ ഡിഫറൻഷിയേഷൻ ആണ്. അതായത് ഡിബേറ്റിൻ്റെ ഉള്ളിൽ ചോദിക്കുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംഭവം ആയിരിക്കണം എന്നില്ല ഉത്തരം പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ. ഉത്തരം പറയുന്ന വ്യക്തി ഉത്തരം പറയുന്ന ടോട്ടലി ഡിഫറെന്റ് ആംഗിളിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഓക്കെ, പക്ഷെ ലെറ്റ് ഹിം അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ അനുസരിച്ച് ആ ഇത് തരംതിരിക്കട്ടെ. ഓപ്ഷൻസ് കൊടുത്താൽ പിന്നെ സ്റ്റക്കായി, ഇവിടെ വേണോ അവിടെ വേണോ, ആ ഒരു കൂട്ടിനോട് നടക്കപ്പെട്ടു. എന്നാൽ വേറെ രീതിയിൽ ചോദ്യം ചോദിക്കാം. സാഹിൽ ഒരു 23 ഇയർ കിഡ് സ്റ്റെഫിന്റെ അടുത്ത് വരികയാണ്. ഹി വാണ്ടഡ് ടു ബിൽഡ് സംതിങ്, ഹി വാണ്ട് ടു ഡു എ സ്റ്റാർട്ടപ്പ്. അവന് ടെക്കും അറിയാം, മാർക്കറ്റിംഗും അറിയാം. അപ്പം വി ഷുഡ് ബി വൺ തിങ് യു സജസ്റ്റ്, ഈസിയസ്റ്റ് തിങ് ടു ഡു. ഫസ്റ്റ് ഞാൻ പറയുന്നത്, പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തുക വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു എമൗണ്ട് പോയാലും കുഴപ്പമില്ല, ഒരു എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 3 months ട്രയൽ പീരീഡ് നോക്കുക. ഹൗ ദിസ് ഇസ് ഗോയിങ്. 3 മാസം എടുക്കും, എങ്ങനെ പോകുന്നുണ്ട്, ഗതി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് ബിൽഡ് ചെയ്തോ എന്ന് പറഞ്ഞ് എന്നിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്നിട്ട് ലൈക്ക് എന്ത് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഈ ഹാവ് 2 things ഇൻ മൈൻഡ്. ഒന്ന് പ്രൊഡക്റ്റ് ലെഡ് കമ്പനിയാണ്, ഒന്ന് ബ്രാൻഡ് ലെഡ് കമ്പനിയാണ്. 3 months എന്താണ് ചെയ്യേണ്ടത്? ഈ 3 months എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എക്സാമ്പിൾ 3 months എന്താ ചെയ്യേണ്ടതല്ല, ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനിയാണ് അവന് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. 2 കമ്പനി ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് മറ്റേതൊരു ടീമിനെ വെച്ചാൽ മതി. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ എന്ത് ഉപദേശം കൊടുക്കും, എന്ത് ബിൽഡ് ചെയ്യാൻ? പാരിസ് പറഞ്ഞു റൈറ്റ് പ്ലാറ്റ്ഫോമിൽ മേ ബി ആള് ടെക് പേഴ്സൺ ആണോ? അല്ല, ആൾക്ക് ടെക്കിന്റെ ഒരു കോർ അറിയാം, പക്ഷെ ആള് ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഡെവലപ്പർ അല്ല. ഓക്കെ, ടെക് മനസ്സിലാവും. സോ എന്തിനാണ് സ്റ്റെഫിന്റെ അടുത്ത് ആള് റീച്ച് ഔട്ട് ചെയ്തേ? വെറുതെ കണ്ടപ്പോ ഒരു സംശയം ചോദിക്കാൻ. അതായത് അയാളുടെ മനസ്സിൽ 2 ഐഡിയ ഉണ്ട്. ഒന്ന് പ്രൊഡക്റ്റ് ലെഡ് ഗ്രോ ചെയ്യുന്ന ഒരു ഐഡിയ ആണ്, ഒരു പ്രൊഡക്റ്റ് ആണ്. ഒന്ന് ഗ്രോത്ത് ലെഡ് ആണ്, അതായത് മാർക്കറ്റിംഗ് ലെഡ് ആണ്. നമുക്ക് മാർക്കറ്റ് ചെയ്ത് വലിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈസിയസ്റ്റ് തിങ് ടു ഡു ഇസ് ലൈക്ക് റീച്ച് ഔട്ട് ടു എ കോ-ഫൗണ്ടർ ഹു ഇസ് മറ്റേത് ചെയ്യണേ. ആൻഡ് ഇഫ് ഹി ഈസ് ഇൻ മോർ ഇൻടു എ ടെക് പേഴ്സൺ, അല്ല, ഹി നോസ് ബോത്ത്, ബട്ട് ഹി ഷുഡ് ബി ഫോക്കസിങ് ഓൺ സംതിങ്. അപ്പൊ അയാൾക്ക് either എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രോത്ത് ലെഡ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ലെഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ ചൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റ് പറയാം. ഒരു സാധനം ഒറ്റക്ക് ഒരു വലിയ ഒരു സാധനം ഒറ്റക്ക് ഒരു സാധനം ഉണ്ടാക്കി തിന്നുന്നതിലും ബെറ്റർ ഗെറ്റിംഗ് എ സ്മോൾ പീസ് ഫ്രം എ ബിഗ് പൈ. അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ യു ആർ റെഫറിംഗ് ടു കോ-ഫൗണ്ടർ, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി അവന് 2 കോ-ഫൗണ്ടർ ഉണ്ട്. കോ-ഫൗണ്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? കോ-ഫൗണ്ടർ ഒരാള് രണ്ടുപേരുണ്ട്. ഒരാൾ MBA ഇൻ മാർക്കറ്റിംഗ് ആണ്. MBA ഇൻ മാർക്കറ്റിംഗിൽ കാര്യമില്ല. ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മാർക്കറ്റിംഗ്, അത് മതി. ബാക്ക്ഗ്രൗണ്ട് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഇല്ല,
ഈസ് MBA ഗ്രാഡ്. MBA എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് മാർക്കറ്റിംഗ് എന്നായിക്കോട്ടെ, മാർക്കറ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, ഒരാൾ ഡെവലപ്പറാണ്. ദെൻ ദെർ ഈസ് സാഹിൽ. ഇങ്ങനെ 3 പേരാണ് ടീമുള്ളത്. മാർക്കറ്റിംഗ് ആള് മാർക്കറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആള് ബിൽഡ് ചെയ്യട്ടെ. നല്ല കാര്യം. ആള് രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യട്ടെ. ആള് രണ്ടുപേരെ ഹെൽപ്പ് ചെയ്യട്ടെ, ഡയറക്ഷൻ സെറ്റ് ചെയ്യട്ടെ. ഏത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം? അവൻ 2 ബിസിനസ് ഐഡിയ ഉണ്ട്. ഒരു ബിസിനസ് ഐഡിയ ഡിഫറെന്റ് ഡിഫറെന്റ് ബിസിനസ് ആണ്. ഒന്ന് നമ്മൾ മാർക്കറ്റിംഗിലായിട്ട് ഗ്രോത്തിന് പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് ആണ്. ഒന്ന് പ്രൊഡക്റ്റിലായിട്ട് ഗ്രോത്തിന് പോസിബിലിറ്റി ഉള്ള ഒരു ബിസിനസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റേസർ പേ ആണെന്ന് വിചാരിക്കും, ഒന്ന് ഒരു സെപ്റ്റോ ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സൊമാറ്റോ പോലത്തെ ഒരു ഐഡിയ ആണെന്ന് വിചാരിക്കും. രണ്ടും സാസ് ആണ്. മാർക്കറ്റിംഗ് അത്രേ ഉള്ളൂ ചോദ്യം. അതല്ലേ കോണ്ടെക്സ്റ്റ് നേരത്തെ പറഞ്ഞത്. ഞാൻ രണ്ടിലൊന്ന് പറയിപ്പിക്കാൻ വിചാരിച്ചാൽ ഞാൻ പറയിപ്പിക്കുകയും ആദ്യം തന്നെ ഉത്തരവ് പറഞ്ഞാൽ മതി. അതൊരു പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്താ റീസൺ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ് ഇപ്പൊ ആള് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടല്ല ആള് വർക്ക് ചെയ്യണില്ല എന്നുള്ളൊരു പ്രൊഡക്റ്റ്. അപ്പൊ മാർക്കറ്റ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. മേ ബി റൈറ്റ് പീപ്പിൾ, റൈറ്റ് അഡ്വൈസസ് കിട്ടാം. മേ ബി നല്ല കൺസൾട്ടൻസ് വരെ വന്നേക്കാം. എന്നാ കെയിനിന്റെ ആൻസറോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാനിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ലിമിറ്റഡ് നോളജസ് ഞാൻ പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റില് മീൻസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റില് ഭയങ്കര വേരി ചെയ്യും. ബ്രാൻഡാണോ ടെക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ തന്നെ ലൈക്ക് ഇത്രയും ചെറിയ ഒരു സ്കെയില് വെറുതെ ഞാൻ വാലന്റൈൻസ് ഡേ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാ. അപ്പൊ ലൈക്ക് സ്പോട്ടിഫൈ ആപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ ഒരു റിലേഷൻഷിപ്പ് ആപ്പ് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ബേസിക്കലി ഈ സ്പോട്ടിഫൈ ആപ്പ് വരുമല്ലോ, നമുക്ക് ഈ ഇയർ എൻഡ് വരുമ്പോ ലൈക്ക് ഒരു ഫുൾ സമ്മറി പോലെ ഒരു സ്റ്റോറി സ്വൈപ്പ് ചെയ്തെടുക്കാൻ പോണത്. അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പിന്റെ നമുക്കൊരു ലൈക്ക് കപ്പിൾസിന് ഒരാൾക്ക് മറ്റേ ആൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതപ്പോ ഞാൻ ഒരു 1 വീക്ക് മുമ്പ് റിലീസ് ചെയ്തു. അത് റിലീസ് ചെയ്തതെന്ന് വന്ന ഒരു രീതിയിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ലൈക്ക് ചെറുതായിട്ടൊരു നോയ്സ് ഉണ്ടാക്കണ പോലെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനേക്കാളും ആവശ്യം ഇതല്ല, അവർക്ക് ലൈക്ക് സിംഗിൾസിനാണ് ഇത് കൂടുതൽ ആവശ്യം വരുന്നത്. അങ്ങനെയാണ് ഞാൻ അത് പകുതിക്ക് ഇട്ടിട്ട് ഞാൻ ആ ഒരു പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ സിംഗിൾസ് മാച്ചിങ് പോലെ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടാക്കിയത്. സിംഗിൾസിന് മാച്ച് ചെയ്യേ അതിലാണ് അത് അപ്പോഴാണ് സാധനം കയറിയത്. അപ്പൊ അതില് അന്ന് ഞാൻ എന്ത് മാച്ച് ചെയ്യും? ഒരു ലൈക്ക് ചെറിയൊരു ക്വസ്റ്റ്യനെയർ പോലെ ഒരു ക്വിസ് പോലെ. അപ്പൊ ഒരു കുറച്ച് ഒരു മൂവി തീംഡ് ക്വസ്റ്റ്യൻസും റിഡിൽസ് അങ്ങനെയൊക്കെ ഇട്ട് അപ്പൊ അതിന്റെ ബേസിസിൽ അവർക്ക് ആൻസർ ചെയ്തിട്ട് ഒരു മാച്ചിങ് അൽഗോരിതം ലൈക്ക് 14th അന്ന് ഫെബ്രുവരി 14th അന്ന് റൺ ചെയ്യും. എന്നിട്ട് അത് വെച്ച് മാച്ച് ചെയ്യണം. അതിനപ്പോ ഒരു 400 to 500 ലൈക്ക് ആൾക്കാരനെ അപ്ലൈ ചെയ്ത് മാച്ചിങ് നടന്നുണ്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഡക്റ്റിന്റെ ബേസിൽ നമുക്ക് ഒന്നെങ്കിൽ ടെക് അല്ലെങ്കിൽ ബ്രാൻഡ് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ലൈക്ക് എനിക്ക് റേസർ പേയുടെ എങ്ങനെയാ അതിന്റെ കറക്റ്റ് കഥ അറിയില്ല. ബട്ട് ഇപ്പൊ റേസർ പേ ഒരു പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ടെക് ഫുൾ ഇല്ലാണ്ട് നമുക്ക് അതിന്റെ ഒരു യൂസ് വരുന്നില്ല. പക്ഷെ ഇപ്പൊ ലൈക്ക് കുറച്ചുകൂടിയും ആൾക്കാർ യൂസ് ചെയ്യണ വേറെ ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്. എനിക്കിപ്പോ ഒരു എക്സാമ്പിൾ ആര് തന്നെയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് പോലെ ആണെങ്കിലും ബ്രാൻഡിങ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വാട്സപ്പിന് വേണമെങ്കിൽ പറയാം. വാട്സപ്പ് നമ്മൾ ആരും ആഡ് കണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് അല്ല, അതിന്റെ യൂസ് കൊണ്ടാണല്ലോ, അതിന് യൂസ് കൊണ്ടാണ്. അപ്പൊ പ്രൊഡക്റ്റ് അത്ര അടിപൊളി ആയതുകൊണ്ട് നമ്മളെ കൂടെ ഉള്ളവർ പറയും മര്യാദക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യും. അതാണ്. അല്ലെങ്കിൽ അവര് ദേ ആർ ഔട്ട് ഓഫ് ഗ്രൂപ്പ് അല്ലെ. അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് ശരിക്കും വാട്സപ്പ് വളർന്നത്. ഇൻസ്റ്റാഗ്രാം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. സൊസൈറ്റിയുടെ ഒരു ക്ലെയിം വന്നപ്പോ അതൊരു എഫക്ട്. പ്രൊഡക്റ്റ് അത്രയും അടിപൊളിയായി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല ആളുകൾക്ക് അത് ചെയ്യല്ലാതെ അഡോപ്റ്റ് ചെയ്യാണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ബ്രാൻഡിങ് അല്ലാതെ വേറെ നിർത്തിയില്ല. ചിലതൊക്കെ നമ്മൾ ബ്രാൻഡിങ്ങിൽ തന്നെ ഇനീഷ്യൽ ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഗെയിം പറഞ്ഞപ്പോൾ അതിൽ വേറെ കാര്യം, ഗെയിനല്ല അബ്ദുൽ പറഞ്ഞപ്പോൾ ഫാരിസ് ഒരു ക്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കമ്പനി ബിൽഡ് ചെയ്യുമ്പോൾ അത് കുറെ ആളുകൾ കൂടിയിട്ട് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് അല്ലെ. കുറെ ആളുകൾ എന്നുള്ള കോംപ്ലിമെന്ററി സ്കിൽസ് ഉള്ള ആളുകൾ കൂടിയിട്ട് ചെയ്യുന്ന ഒരു, ഞാനും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ പേഴ്സ്പെക്റ്റീവ് അതിൽ അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഈ 1% കമ്പനികളുടെ റെലവൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അപ്പം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ആദ്യം തുടങ്ങിയപ്പം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഒരു പെട്ടെന്ന് തുടങ്ങിയ കമ്പനി ആയിരുന്നു. അത് കമ്പനി എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ഗിഗ് നമുക്ക് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് വന്നപ്പോൾ പല ആൾക്കാർക്കും പല പ്രിഫറൻസ് ആണ്. പക്ഷെ ഒരു പോയിന്റ് ഓഫ് മിനിറ്റിൽ നമ്മൾ എന്താക്കാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു പീരീഡ് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതല്ല അവരുടെ ഏരിയ എന്നുള്ളത്. അവർ സ്പ്ലിറ്റായി പോവാം. ഇതെല്ലാം ഒരു കമ്പനി വരുമ്പോൾ വ്യത്യാസം ഉണ്ടാകും. കമ്പനി വരുമ്പോൾ ഇപ്പം ഞാനാണിത് തുടങ്ങുന്നത് ആസ് എ ഫൗണ്ടർ. ഞാൻ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പം മോസ്റ്റ്ലി ഞാൻ ഇപ്പോൾ സോളോ എൻ്റർപ്രണർ ആണെങ്കിൽ ഞാൻ ഇത് കണ്ടുപിടിച്ച് സൊല്യൂഷൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും. മാർക്കറ്റിൽ ഇറക്കി അത് ട്രേഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ മോസ്റ്റ്ലി ഇന്നത്തെ സിനാരിയോസിൽ അങ്ങനെയല്ല. കാരണം സോൾ ബിൽഡേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. അതല്ലാതെ തന്നെ
ഒരു കമ്പനി റൺ ചെയ്യാൻ മൾട്ടിപ്പിൾ ആസ്പെക്ട് ഉണ്ടല്ലോ. വേറെ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല. ഒരു പ്രൊഡക്റ്റ് നന്നായതിനെ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ വരണമെന്നില്ല. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഭയങ്കര പെർഫെക്റ്റ് ആണ്, പക്ഷെ മാർക്കറ്റിംഗ് നേരെ ഇല്ലെങ്കിൽ ഇത് രണ്ടിനും കാര്യമില്ല. ഓരോ പെർസ്പെക്റ്റീവ് ആൾക്കാർ വേണം. ഒരു ഫൗണ്ടറിന് അത്രയും ക്യാപ്പബിലിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിന് നല്ല ക്യാപ്പബിലിറ്റീസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന വേറൊരാൾ, ഇപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പയ്യൻ്റെ, അതായത് ഫുള്ള് കഴിക്കുന്നതിന് പകരം വേറൊരാൾ ഒരു ചെറിയൊരു പൈ ഉള്ള പോലെ, അതായത് നമ്മൾ എന്താണോ ലാക്ക് ചെയ്യുന്നത് അത് ഒന്നെങ്കിൽ നമുക്ക് എന്താക്കാം ഒരു കോഫൗണ്ടർ വെച്ചിട്ട് മാച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്ത പോലെ, അതായത് എനിക്ക് ടെക് ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ പ്രോപ്പർ ടെക് ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷെ ടെക് അറിയാം. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് ഒരു പ്രോപ്പർ ടെക് അറിയുന്ന ഒരു കമ്പനിയുടെ CTO എന്നുള്ള ലെവലിലുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴത്തെ കോഫൗണ്ടറായിട്ട് സെലക്ട് ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിംഗ് സൈഡ് നോക്കാൻ പറ്റും. എനിക്ക് ടെക്കും അറിയാം, പക്ഷെ ടെക് അല്ല എൻ്റെ ഫോക്കസ്. അവനക്ക് ടെക് അറിയാം, അവനക്ക് മാർക്കറ്റിങ്ങും അറിയാം, പക്ഷെ അവൻ ഫോക്കസ് ചെയ്തത് ടെക്കാണ്. അതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഈവൻ ഇപ്പം ആര് ചൂസ് ചെയ്യുമ്പോഴും ഇപ്പം ആദ്യം തന്നെ കൺസൾട്ടൻസിയുടെ അടുത്ത് പോകണം എന്നുള്ളത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഞാൻ പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുക്കുന്ന റിയൽ കസ്റ്റമേഴ്സ് ആരാണ് അവരുടെ അടുത്ത് പോയി സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മനസ്സിലായി. ഈ പറഞ്ഞതിൽ നിന്ന് വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നി. ടെക് കോർ ടെക് അല്ല, അതായത് പഠിച്ചത് ടെക് അല്ല, പക്ഷെ ടെക് അറിയാമെന്ന് പറഞ്ഞല്ലോ. ബേസിക്കലി ഇപ്പം അബ്ദുൽ ഒരുപാട് ടെക് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തു. അപ്പം ശരിക്ക് ഇനിയൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ ശരിക്കും അത് ഒരു ലോയർക്കും ഒരു എഞ്ചിനീയർക്കും ഒരു ഡോക്ടർക്കും ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് അതിലുള്ള ഒരു ഒപ്പീനിയൻ? ഷുവറായിട്ടും നമുക്കൊരു ഫേസ് ലെവൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ശരാശരി ഒരാൾ യൂസ് ചെയ്യുന്ന ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമുക്കൊരു വെബ് ആപ്പ് വേണം, നമുക്ക് അല്ലെങ്കിൽ എനിക്കൊരു വെള്ളം കുടിക്കാൻ റിമൈൻഡ് ചെയ്യുന്ന ഒരു ആപ്പ് വേണം, അതൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. പക്ഷേ ഇതൊരു ഡീപ് ടെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പം ആൻറ്റിഗ്രാവിറ്റി ആയാലും ക്ലോഡ് ആയാലും നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു ഫ്രണ്ട് ഫേസിലുള്ള സാധനമാണ്. പക്ഷെ എനിക്ക് സെല് ചെയ്യുന്ന ഒരു ERP ബിൽഡ് ചെയ്യാം. ERP വൈക്കോഡ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് നമുക്ക് പറയാം, പക്ഷെ ആ കോൺഫ്ലിക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. കാരണം ഒരു ബഗ് വന്നപ്പം ആ ലൈനിൽ എവിടെയാണ് ബഗ് വന്നത്, എന്താണ് പ്രശ്നം, ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ കോഡിന്റെ ഒരു ബേസിസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. പക്ഷെ ഇപ്പൊ കറന്റ് ആർക്ക് വേണമെങ്കിലും, ഏതൊരു സ്റ്റുഡന്റിന് വേണമെങ്കിലും എന്താക്കാം ഈ ഒരു ടൂള് ബിൽഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിലും, ഡോക്ടേഴ്സിന് ഇപ്പം റിമൈൻഡർ പോലെയോ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സൽ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു വെബ് ആപ്പ് ബിൽഡ് ചെയ്യണം, അതൊക്കെ ക്ലോഡിനോട് സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് തന്നെ അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. ഇതിന്റെ വേറെ വേർഷൻ എനിക്ക് ഗെയിനോട് ചോദിക്കാൻ, കീൻ ഡെവലപ്പ് ചെയ്യില്ലേ, ഡെവലപ്പർ ആണ്. ശരിക്കും ഈ ഡെവലപ്പർ സ്കിൽ സെറ്റും ആ 3 year BCA തമ്മിൽ ബന്ധമുണ്ടോ? ഡെവലപ്പർ സ്കിൽ സെറ്റും 3 year കോളേജിൽ നിന്ന് കിട്ടിയതിന് ബന്ധം ചോദിച്ചാൽ ചെറിയ ലെവല് നമുക്ക് കോളേജിൽ നിന്ന് കിട്ടണ എന്തായാലും ഒരു ബേസ് ലെവൽ ഓഫ് നോളജ് നമുക്ക് അതിൽ നിന്ന് കിട്ടണ്ട്. ലൈക്ക് ഡെവലപ്പിംഗിൽ ആയിരിക്കും ഇല്ലാതിരിക്കണേ, എന്തിലാ നമ്മുടെ തോട്ട് പ്രോസസ്സിലേക്കായിരിക്കും അത് മെയിൻ ആയിട്ട് കാരണം. അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ കോളേജിനെ ഹേറ്റ് ചെയ്യണല്ലേ. അവിടുന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടാവും, അത് ചിലരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ചിലവരത് വലിച്ചെടുക്കും. ക്യാമ്പസ് കിട്ടുന്നതും ഓക്കെ, ഞാൻ പറയുന്നത് കരിക്കുലം ബേസിലാ. സിലബസിന്ന് ഡെവലപ്പിംഗ് എത്താനുള്ളതൊന്നും കിട്ടൂല ഇല്ല. അല്ലെങ്കിൽ അത് പക്ക ഒരു ഡേ ജോബ് ലൈക്ക് ഡെസ്ക് ജോബിനുള്ള ചെറിയ ലെവൽ ഓഫ്, നമ്മളിപ്പോ പ്രോപ്പർ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അതിൽ ഒരു കാര്യമില്ല. നമ്മള് പുറത്തുനിന്നുള്ള അപ്പൊ ശരിക്കും ഒരാൾക്ക് ഡെവലപ്പർ ആണെങ്കിൽ ആളുടെ എഫേർട്ട് ഇട്ട് വേറെ ഈ കാലത്ത് എസ്പെഷ്യലി പഠിച്ചില്ലെങ്കിലും ഇപ്പൊ ഒരു ഡിഗ്രി ഇല്ലെങ്കിലും ആൾക്ക് സെറ്റ് ആയിട്ട് ഞാൻ ചെയ്യണേക്കാളും അതന്നെ ആയിക്കോട്ടെ. അടുത്ത ടോപ്പിക് ഡിഗ്രി വേണം. MBA കോളേജ് നടത്തുന്ന പറ, സോറി MBA കോളേജ് അല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം അണ്ടർഗ്രാഡ്സ് ഓക്കെ. പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒന്നും ആലോചിച്ചിട്ടാ പറയണ. അല്ല, ഡിഗ്രി എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എന്റെ എനിക്ക് ക്ലാരിറ്റി കിട്ടിയ 4 years ആ ക്യാമ്പസിൽ ഉണ്ടായോണ്ട് മാത്രമാണ്. ഐ മീൻ നമ്മള് ക്യാമ്പസിൽ നമുക്ക് വേറെ തന്നെ ടോപ്പിക് എടുക്കാം, മെക്കിനെ കുറിച്ച് സംസാരിക്കും. ആ കരിയർ ഐ മീൻ ആസ് എ പേഴ്സൺ എന്റെ മൈൻഡ് സെറ്റ് ആള് പറഞ്ഞ മാതിരി മൈൻഡ് സെറ്റ് ഷേപ്പ് ചെയ്യണേല് ആ സ്പേസ് ഐ മീൻ ക്യാമ്പസിന് നല്ല റോൾ ഉണ്ട്. ഐ മീൻ നമ്മുടെ കറിക്കുലം വെച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ജോബിക്ക പോകണമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്. നമുക്ക് ആ ബേസ് ആണ് അവിടെ നിന്ന് ബിൽഡ് ചെയ്ത് തരുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ മേ ബി സംവെയർ അറൌണ്ട് നമ്മൾ പല സാധനങ്ങൾ പഠിക്കാനായിട്ട് മൈൻഡിനെ ട്രെയിൻ ചെയ്യാണ് ഓർ സംവേ അങ്ങനെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ദ പിയർ ഗ്രൂപ്പ് വി ആർ പാർട്ട് ഓഫ്. സെൽഫ് ലേണിംഗ് ആണ് എനിവർ യു ഗോ. അപ്പോ ഓക്കെ,
കോളേജ് ലൈഫിൽ പല പെർസ്പെക്റ്റീവ്സ് ഉള്ള ആൾക്കാരുണ്ട്, പല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സോ ക്യാമ്പസ് ലൈഫിൽ ഓക്കെ എല്ലാവർക്കും അവരുടെ കോളേജ് സ്പെഷ്യലാണ്, അവർ സ്കൂളിൽ പഠിച്ച സ്കൂൾ സ്പെഷ്യലാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലുണ്ട്. അത് വർക്കിംഗ് ആണ്, എന്തായാലും കോളേജ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം എന്ന് ഉള്ള ഒരാളാണ് ഞാൻ. ബട്ട് എൻ്റെ ഒരു കരിയർ ഓർ എൻ്റെ ഒരു ബിൽഡേഴ്സ് സാധനം വരുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് എനി കോളേജ് ഇപ്പോൾ ഒരു ആസ് എൻ എംപ്ലോയി ഓർ മേ ബി ഒരു ഡെസ്ക് ജോബിലേക്കുള്ള ട്രെയിനിങ് ഉണ്ടാവാം, കാരണം ഒരു ബേസിക് ലെവൽ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവാം. അതിൽ കൂടുതൽ ഔട്ട്പുട്ട് സിലബസ് ഒന്നും ഇപ്പോൾ ഓഫർ ചെയ്യുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു ആൻഡ് അങ്ങനെ എക്സ്പോഷർ ആണ് നോക്കണമെങ്കിൽ കോളേജിൽ തന്നെ പോകണമെന്നില്ല. സ്റ്റാർട്ട് ടു ബിൽഡ് സംതിങ് ഫ്രം യുവർ സ്ക്രാച്ച്. വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, നെറ്റ്വർക്കിംഗ് ഇവന്റ്സ് അറ്റൻഡ് ചെയ്യുക. ആ പിയർ ഗ്രൂപ്പ് എക്സ്പോഷറും മേ ബി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ ക്യൂറേറ്റ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ്സിലേക്ക് എത്താൻ പറ്റും. കോളേജിൽ മേ ബി അന്നാ ലൊക്കാലിറ്റിയിലുള്ള അല്ലെ അന്നാ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെല്ലാവരും കൂടി വന്നിട്ടുള്ളൊരു പിയർ ഗ്രൂപ്പ് ആയിരിക്കും. അതിൽ നിന്നുള്ള ഒരു എക്സ്പോഷറിനേലും കൂടുതൽ ബെറ്റർ എക്സ്പോഷർ കിട്ടുന്നതാണോ? കുറച്ചും കൂടെ മേ ബി ഒരു സ്കെയിലപ്പ് പോലുള്ള ഇവന്റിന് അല്ലെ ഹഡിൽ പോലത്തുള്ള ഹഡിലിന് മീറ്റ് ചെയ്ത് ഒരുപാട് ഇതുണ്ട്. ഹഡിലേക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാള് കാസർഗോഡ് നിന്ന് കൊല്ലത്ത് അവിടെ പോയി അറ്റൻഡ് ചെയ്യണമെങ്കിൽ മേ ബി അവിടെ ഇതുപോലെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാമെന്ന് ഒരുത്തരുണ്ടാവാം. ഹീസ് ആ ഒരു പിയർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയാൽ ബെറ്റർ എക്സ്പോഷർ ആളുടേന്നായിരിക്കാം. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവാം പോയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് കോളേജ് ആക്ച്വലി ചെയ്യുന്നത് ഒരു ബിഗ് പൂൾ ഓഫ് ആൾക്കാരുടെ ഇടയിൽ നമ്മളെ കൊണ്ടിട്ടിട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സാധനമല്ലേ ചെയ്യുന്നത്. ബട്ട് അതിന്റെ ക്വാളിറ്റി കുറെ കൺസേൺ ആവും. ഞാൻ ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് ചോദിക്കാം. ഈ പറഞ്ഞത് റെലവന്റ് പോയിന്റാ, പക്ഷെ ഒരു 3 വർഷം 4 വർഷം ഇതിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ലൈക്ക് ആള് സ്വന്തം ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ലേണിംഗ്സ് അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്, ദാറ്റ് ഇസ് ഹാപ്പനിങ് ഓൺ വൺ സൈഡ്. മറ്റേത് യു ഫൈൻഡ് യുവർ പൂൾ ഓഫ് പീപ്പിൾ, റൈറ്റ്? അത് മേ ബി ഞാൻ റമീസ് ഖാനോട് ചോദിക്കാം, ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് സർക്കിൾ വുഡ് ബി സം പീപ്പിൾ യു ഫൗണ്ട് ഇൻ കോളേജ്, റൈറ്റ്? സ്കൂൾ ആൻഡ് കോളേജ് അല്ലേ? അപ്പോ ദാറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ഫിഗർ ഔട്ട്, ലൈക്ക് അത് എനിക്ക് തോന്നുന്നുള്ള നെറ്റ്വർക്കിംഗ് ഇവന്റ്സോ അല്ലെങ്കിൽ വി മൈറ്റ് ഫൈൻഡ് ഔട്ട്, ഐ ഡോണ്ട് നോ. പക്ഷെ അത്രയും കാലം കൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ദാറ്റ് സോർട്ട് ഓഫ് കണക്ഷൻ അത് ഭയങ്കര നീഡ്. ഐ മീൻ അതൊരു കോളേജിന് മാത്രം തരാൻ പറ്റുന്ന ഇതാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ മെച്യൂർഡ് ജെൻസികളെ കൂടെ ഇരിക്കുന്നത് തോന്നുന്നു. ഞങ്ങൾ തിങ്കർ സ്പേസ് എന്ന് പറഞ്ഞൊരു സ്പേസ് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് മെറ്റേതിലുള്ള കുറേ, അതായത് ഭയങ്കര കഴിവുള്ള കുറേ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ പല ആൾക്കാരും +2 കഴിഞ്ഞിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ കെയിൻ്റെ പ്രായത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന ടൂൾസ് കണ്ടാൽ അപാര ടൂൾസാണ്. അപ്പോൾ 15-ാം വയസ്സിൽ റോബോട്ട്സ് ബിൽഡ് ചെയ്ത കുട്ടി മുതൽ, അതായത് ഇന്ത്യയുടെ ഡ്രോൺ സെലക്ട് ചെയ്ത, ഇന്ത്യയിലെ ഡ്രോണിൻ്റെ ക്രൈറ്റീരിയ സെലക്ട് ചെയ്തിട്ടുള്ള ഡ്രോൺ വരെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പയ്യനാണ് 16-17 വയസ്സുള്ള. അത് തിങ്കർ സ്പേസിലുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ അവിടെ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ആ ബിൽഡർ കമ്മ്യൂണിറ്റിയിൽ എന്തുണ്ട്, അവർക്ക് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നമ്മൾ കോളേജിൽ നിന്ന് കണ്ട പോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അവിടെയുണ്ട്. അപ്പോൾ അത് സെയിം മൈൻഡ് സെറ്റിലുള്ള, ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ കംഫർട്ടുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. കോളേജിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒബ്വിയസ്ലി. ക്യാമ്പസിൽ നമുക്ക് എന്തുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്, നമുക്ക് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോളേജ്, ഇപ്പം റമീസ്ക്ക് പറഞ്ഞ തന്നെ, ഒരു കോളേജിൻ്റെ മുകളിൽ ഒരു ക്യാമ്പസ് ലൈഫിൽ ഒരു 3 ഇയേഴ്സ് നമ്മളൊരു കോഴ്സിൻ്റെ മുകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് BCom ആണ്. BCom പഠിച്ചിട്ടുള്ള ആ പീരീഡിൽ ഞാനാണ് ട്രേഡ് റീസെൻ്റ്ലി അങ്ങനത്തെ പല പരിപാടി ചെയ്യണത്. ഇത് പഠിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും അഡീഷണൽ കോഴ്സ് പഠിക്കുകയാണ് 6 monthsന്റെ ഡെസ്ക് ജോബ് കിട്ടാൻ. അപ്പൊ ഞാൻ 3 വർഷം പഠിച്ചതിന് ഇത്ര സങ്കടം. ഞാൻ 5.5 വർഷം ക്യാമ്പസ് പ്രൊഫഷണൽ ഡിഗ്രി പഠിച്ചു. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 വർഷം പഠിച്ചിട്ട് ഡെസ്ക് ജോബ് കിട്ടുമെന്ന് പറയില്ലേ, അത് കിട്ടൂല. 3 വർഷം കഴിഞ്ഞിട്ട് എന്നിട്ട് ഡെസ്ക് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 months കൂടി അഡീഷണലി ഈ 3 കൊല്ലത്തെ സെയിം ഫീസ് വെച്ച് കൊടുത്തിട്ട് വേണം പഠിക്കാൻ. കോളേജ് റെലവന്റ് അല്ലാത്തതുകൊണ്ടാണ്. പ്രശ്നം ഉണ്ടാവില്ല, നീ NIT ആയതുകൊണ്ട്. അല്ല, അതായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മ വന്നുപെടുന്ന സ്പേസ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് അവിടെ നെറ്റ്വർക്കിങ്ങിന് കിട്ടുന്ന പീപ്പിൾ NVIDIAയിൽ ഇത് ചെയ്യുന്നവരുണ്ടാവും. ലൈക്ക് അവിടെ പല സ്പേസ്, ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ബജാജും അങ്ങനത്തെ. എനിക്കൊരു പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞാൽ എന്റെ കോളേജ് അടിപൊളിയാ. കാരണം എന്റെ കൂടെ പഠിച്ചവര്, എന്റെ കൂടെ സീനിയർ ആയിട്ട് ജൂനിയർ ആയിട്ട് നിന്നവരൊക്കെ ഇപ്പം സിനിമയിലുണ്ട്, അവര് കോടതികളിലുണ്ട്, ജഡ്ജസ് ആയിട്ടുണ്ട്, UPSC ചെയ്തവരുണ്ട്. എന്തിനധികം ഇപ്രാവശ്യം കഴിഞ്ഞ്, അതായത് ഈ മാസം കഴിഞ്ഞ് ഈ വീക്കിൽ റിസൾട്ട് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച 8-ൽ കൂടുതൽ ആളുകളുണ്ട്. കേരളത്തിൽ ഒരു ക്യാമ്പസും ഇല്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ച ക്യാമ്പസ് ഒരു പക്ഷേ ഞാൻ പഠിച്ച ക്യാമ്പസ് ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നെറ്റ്വർക്കിങ്ങും നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്കൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇന്നൊരാൾക്ക് ഇപ്പൊ കോളേജിൽ ഈ പേർപ്പസ് വെച്ചിട്ട് ഞാൻ നെറ്റ്വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ.
പക്ഷെ ഒരു കുട്ടി കോളേജിൽ പോകുന്നതിന്റെ development സ്കിൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ആ പേർപ്പസ് വെച്ച് പോകുമ്പോൾ കുട്ടി നിരാശനാകുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. എല്ലാവരും ഏറെക്കുറെ അതെ. ആ ഒരു അഭിപ്രായക്കാരൻ തന്നെയാണ് തോന്നുന്നു അല്ലേ? എന്ന് വെച്ചാലും ഏത് കോളേജിൽ പോകുന്നു എന്നത് ഭയങ്കര പ്രധാനമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പഞ്ചാബിൽ ഒരു കോളേജ് ഉണ്ട്, അശോക് മിത്തൽ എന്ന് പറഞ്ഞ്. ഇദ്ദേഹത്തിന്റെ മകൻ പ്രഥം മിത്തലാണ് മാസ്റ്റേഴ്സ് യൂണിയൻ സ്റ്റാർട്ട് ചെയ്തത്. മാസ്റ്റേഴ്സ് യൂണിയനിലുള്ളതെന്ന് വെച്ചാൽ റിയൽ വേൾഡ് MBA എന്നൊരു കോൺസെപ്റ്റാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് MBA പഠിക്കാനും പറ്റും, എന്നാൽ റിയൽ വേൾഡ് ആയിട്ട് ചെയ്യാനും പറ്റും. ലവ്ലി പ്രൊഫഷണൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഈ വേൾഡിൽ തന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ദാലൈലാമ ഇവരൊക്കെ വരുന്നുണ്ട്, പ്രോഗ്രാംസ് ഇവന്റ് എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. മാസ്റ്റേഴ്സ് യൂണിയനിൽ പോയി കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ഞാൻ ഒരു ബിസിനസ് ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്നു. എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയ സ്ഥലത്ത് പോയാൽ നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പോയി ഒരു ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ എനിക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ടോട്ടലി ഡിഫറൻസ് സിനാരിയോ. അതാണ് എൻ്റെ ഉത്തരം. അപ്പൊ എന്നാൽ നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. കോളേജിൽ പോകണം എല്ലാവരും, ബട്ട് കോളേജ് മാറ്റേഴ്സ് അല്ലേ? കോളേജിൽ പോകാനും വേണ്ടിട്ട് ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കരുത്. ഫുൾ ടൈം മേ ബി ഒരു പ്രൊഫഷണൽ ഡിഗ്രി അറിയില്ല, മേ ബി എനിക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു 6 hours ഒക്കെ കോളേജ് ഉള്ളൂ, ഉച്ച വരെ 1:30 വരെ ക്ലാസ് ഉള്ളൂ. അതായത് എല്ലാവരും ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ തന്നെ കോളേജ് കഴിഞ്ഞു. പിന്നെ ബാക്കി ടൈം നിൽക്കുന്നുണ്ട്. യു ഹാവ് ടൈം ഫോർ ബിൽഡിംഗ്, യു ഹാവ് ടൈം ഫോർ എവറിത്തിങ്. നിങ്ങൾക്ക് ബിഫോർ കോളേജ് യു ഹാഡ് ദിസ് കൈൻഡ് ഓഫ് ക്ലാരിറ്റി, ഓണ്ടർപ്രണർഷിപ്പ് ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഓർ ഐ വോണ്ട് ടു ബി എ ബിൽഡർ, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എല്ലാവർക്കും? ഉറപ്പായിട്ടില്ല. ആഫ്റ്റർ കോളേജ് അല്ലേ? അതാ പറഞ്ഞ ഈ കോളേജിൽ പോകുന്നതിന്റെ പേർപ്പസ് ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഈ സ്കിൽ അക്വയർ ചെയ്യണം എന്ന പേർപ്പസോട് കൂടി കോളേജിൽ പോകുമ്പോൾ ആ കുട്ടി നിരാശനാവും. ഓക്കെ, അല്ല ആ ഫിഗറിംഗ് ഔട്ട് നടക്കുന്ന കോളേജിലാണ്. അപ്പോ ബീങ് അറ്റ് ദ ബെസ്റ്റ് പ്ലേസ് ഇസ് ദ ബെറ്റർ തിങ് ടു ഡു. നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഗോ ഫോർ കോളേജ്, നല്ല കോളേജ്. ഡിപ്പെൻഡ് ഓൺ ദ കോളേജ് യു ഗോ, ഡിപ്പെൻഡ് ഓൺ ദ പീപ്പിൾ യു ഗെറ്റ്. സോ ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കോളേജ് ചെയ്യാം. ഫിഗർ ഔട്ട് ഉണ്ട്, ഗട്ട് ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ തിങ്കർ ഹബ് പോലത്തെ സ്പേസസിലേക്ക് ആക്സസ് ഉണ്ട്. മേ ബി അവിടെ പോയി എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടുണ്ട്. അവിടെ പോയാൽ യു വിൽ സ്റ്റാർട്ട് സംതിങ്. കാരണം ആ കൈൻഡ് ഓഫ് നെറ്റ്വർക്കിലാണ്. അപ്പോൾ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അവിടെ പോയി ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്താലും മേ ബി ഒരു 3 months യു വിൽ ബി ദ നെക്സ്റ്റ് ബിൽഡർ. അവിടെ നിൽക്കണേ. ഹസ്ലർ ആയിട്ടുള്ള ഒരാൾ പോയാൽ പോലും ബിൽഡറായിട്ട് തിരിച്ചു വരും. അപ്പൊ എന്നാ ചൂസ് യുവർ പ്ലേസ് വൈസ്ലി അല്ലേ? കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ നിരാശനാവേണ്ടി വരും. ഇനി കുറച്ചൊരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിൽ വെച്ച് തുടങ്ങുകയാണ്. എല്ലാവരും ഇപ്പൊ ഒരു മാസം ഏകദേശം എത്ര ഏൺ ചെയ്യുന്നുണ്ടോ? ഞാൻ തുടങ്ങാം. 0. എനിക്കിപ്പോ ഒരു ഇൻകം ഇല്ല, അതുകൊണ്ട് ഇനി നിങ്ങൾ പറ. ഇൻവെസ്റ്റഡ് മണീസ് ഉണ്ടാവല്ലോ. അത് മന്ത്ലി വരുന്ന പരിപാടി അല്ലല്ലോ. അപ്പൊ മന്ത്ലി ഇൻകം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഷെയർ അങ്ങനെ പരിപാടി ഒന്നുമില്ലേ? സ്റ്റോക്ക് ഉണ്ട്, മന്ത്ലി ഇൻകം ഇല്ലല്ലോ അതില്. അതിൽ ക്വാർട്ടർലി ഡിവിഡൻസ് വരുള്ളൂ. എങ്ങനെ ക്വാർട്ടർലി ഡിവിഡൻസ് വരുള്ളൂ? ഡിവിഡൻസ് അങ്ങനെ ഡിവിഡൻസ് വരുന്നില്ല. സ്റ്റോക്ക് എല്ലാം നമ്മള് സെല് ചെയ്യുമ്പോൾ മാത്രമല്ലേ അതിന്റെ വാല്യൂ അപ്രീസിയേഷൻ ഉണ്ടാവും. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, SIPs ഉണ്ട്. SIPസിലുള്ള അപ്രീസിയേഷൻ നമുക്ക് ഇൻകം ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. SGBs ഉണ്ട്, ഗോൾഡ് ബോണ്ടിലാണ് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത്. പക്ഷെ അത് ഇൻകം ആയിട്ട് പറയാൻ പറ്റില്ല. ഇൻകം ആയിട്ട് പറയണ്ട, പക്ഷെ അതൊരു സാഹചര്യം വന്നാൽ അതെടുക്കാം. അപ്പൊ അത് ഇൻകം അല്ല, യു ഹാവ് സംതിങ് ഇൻ ഹാൻഡ്. അസെറ്റിന്റെ വർത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം. അതല്ല വാല്യൂ അങ്ങനെയാണ് പറയാം. ഞാൻ ചോദിച്ച ചോദ്യം മന്ത്ലി ഇൻകം സീറോ ഉള്ളതുകൊണ്ട് മാത്രമാണ് മന്ത്ലി ഇൻകം ആണ്. മന്ത്ലി ഇൻകം എന്റെ 0. ഞാൻ കഴിഞ്ഞ 1 month ₹1 ഇൻകം വന്നിട്ടില്ല. എത്ര രൂപ ടോട്ടൽ നെറ്റ്വർക്ക് എത്ര ഉണ്ടാവും? നെറ്റ്വർക്ക് നിങ്ങൾ ഏതെങ്കിലും സ്പെസിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാം. ഇന്റർവൽ എക്സിറ്റില്ല. അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു എമൗണ്ട് പറയും, അതിന്റെ മുകളിലാണോ താഴെയാണെന്ന് പറഞ്ഞാൽ മതി. അല്ല തന്നെ പറയും. ഒറ്റ ചാൻസ് എല്ലാവർക്കും ഒരു ചാൻസ് ഉള്ളൂ. ഒറ്റ ചാൻസ് ഉള്ളൂ. സ്റ്റെഫിന് മാത്രം പറയാം, ഒരു എമൗണ്ട് പറയാം, അതിന്റെ മേലെയാണോ താഴെയാണോ ഞാൻ പറയാം. എനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലേ? കിട്ടിയ എമൗണ്ട് 10 CR. എനിക്ക് കിട്ടിയതോ 7 ലക്ഷം അല്ല, 10 CR ലോക്കല്ലേ, അതിന് താഴെ. ഞാൻ എല്ലാം ആഫ്റ്റർ ടാക്സ് ആട്ടോ എന്റെ കയ്യിൽ വന്ന എമൗണ്ടാ പറയുന്നത്. അതിന്റെ താഴെ 15 CR റീസ് ചെയ്തു. എന്നാലും ഇങ്ങനെ 10 CR കൊടുക്കാൻ അവിടെ ഇല്ലാന്ന് എനിക്കറിയാം. എന്നാലും അത് പല ഗഡുവായിട്ടൊക്കെ വരുമായിരിക്കും. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു. കുറെ പ്രശ്നങ്ങളുണ്ട്. എന്റെ കോ ഫൗണ്ടേഴ്സിന്റെ ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഇനി കിട്ടാനുണ്ട് പല എഡിഷനില്.
പിന്നെ അതുകൊണ്ട് തന്നെ നോൺ ഡിസ്ക്ലോസർ ഉണ്ട്. ഇത് പറഞ്ഞിട്ട് വേണം കോഫൗണ്ടർ ഒന്ന് ചോദിക്കാൻ വേണ്ടി എവിടെ എനിക്ക് തമ്മിലിടാനാണ്, ഇതിലിടാല. തമ്പനയിലൊന്നും ഇല്ല. എന്റെ പേജ്, നിന്റെ പേജിലാണ് നീ ഇടും, എന്റെ പേജിലായതുകൊണ്ട് ഞാൻ എന്തായാലും തമ്പനയിൽ ഇടും. അപ്പൊ ഈ ചോദ്യം കഴിഞ്ഞു, ഇനി വേറെ ഒന്നും ഇല്ല എല്ലാത്തില്. രമേശിന് എക്സിറ്റ് ചെയ്തപ്പോ എന്ത് കിട്ടി? അതാണ് അതിന്റെ ഉത്തരാണ് ഇപ്പൊ പറഞ്ഞത്. എക്സിറ്റ് ഒരു എമൗണ്ട് കിട്ടി, ഈ എമൗണ്ട് വെച്ച് എന്തെങ്കിലും വാട്ട് ഈസ് ഡ്രീം നോക്കുവാണെങ്കിൽ അത് വെച്ച് ഫസ്റ്റ് ചെയ്ത സംഭവം അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സംഭവം എന്തായിരുന്നു? 2 ചോദ്യം. വാട്ട് വാസ് യു ഡ്രീം, ചെയ്ത സംഭവം എന്താണ്? ഫസ്റ്റ് ഡ്രീം ഒരു ഡ്രീം അല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇതിൽ ഒരു കാര്യവും എക്സിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം എന്നുള്ളൊരു 10 കാര്യം എടുക്കുക. ഈ 10 കാര്യം പൈസ റിലേറ്റഡ് അല്ലായിരുന്നു. മേ ബി പൈസ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. ഒരു കാര്യമാണെങ്കിൽ ട്രിപ്പ് ആയിരിക്കും. യു സ്റ്റാർട്ടഡ് ടു ഗോ ഇന്റർനാഷണൽ ട്രിപ്സ്, ഓൾ ദ ട്രിപ്സ് പോകാം. ഞാൻ എക്സിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഒരു 15+ കൺട്രീസ് പോയിട്ടുണ്ട്. എക്സിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം മാറി നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എക്സിറ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയോണ്ട് ഒരു ആക്സസ്, വാട്ട് ആക്സസ് കിട്ടിയേ? സോ ട്രിപ്പ് അല്ലാതെ തന്നെ പോകുന്നുണ്ട്. വാട്ട് യു ഗെറ്റ് ആൻ അഡ്വാൻറ്റേജ് ഓവർ ദിസ്? അഡ്വാൻറ്റേജ് മന്ത്ലി ഇൻകത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 5 to 10 years. അല്ലാതെ വേറെ ഒന്നുമില്ല. ആക്സസ് ടു പീപ്പിൾ ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അല്ല, പീപ്പിൾ അല്ല, ലൈക്ക് ഡ്രീംസിൽ തന്നെ മേ ബി ഒരു ആക്സസ്. ഡ്രീംസ് പറഞ്ഞുതരാം. അതെന്താ അറിയോ, പൈസ കിട്ടുന്നവരെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ഇതൊക്കെ ഉൾട്ടടിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണൽ ലൈഫിൽ നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചത്. എനിക്ക് ഇപ്പോഴുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ ഫണ്ണായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് മൊത്തം സ്കൂൾ ക്യാമ്പസ് 3 days റെന്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതെനിക്കുള്ള ഒരു ആഗ്രഹം. എന്നിട്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ 3 ദിവസം വന്ന് നിൽക്കും. അന്ന് ആ ക്യാമ്പസ് ഞങ്ങളാണ് നിയമം, ഞങ്ങളാണ് എല്ലാ നിയമവും എന്നിട്ട് ഞങ്ങൾ ആ ഹോസ്റ്റലിൽ നിൽക്കും. ഞങ്ങളെ വാർഡന്മാർ അവിടെ വേണം, ഞങ്ങളുടെ ടീച്ചേഴ്സ് അവിടെ വേണം എന്നൊക്കെ. പക്ഷെ ഇത് പൈസ കൊടുത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല. വേറെ കുറെ കാര്യങ്ങൾ. എന്റെ ഫ്രണ്ട്സിന് എനിക്ക് പേയ്മെന്റ് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടെ സാഹചര്യങ്ങളൊക്കെ വരണം. പക്ഷെ അതിന്റെ ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണം, നമ്മുടെ പഴയ ഒരു വൈബിലേക്ക് വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ബോർഡിംഗ് സ്കൂൾ NRI സ്കൂളായിരുന്നു. അതായത് ഒരുപാട് NRIs പഠിക്കുന്ന സ്കൂളാണ്. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഗൾഫ് കൺട്രീസിലായിരിക്കും. അപ്പൊ എന്റെ ഫ്രണ്ട്സും അധികം ഗൾഫ് കൺട്രീസിൽ. അപ്പൊ എന്റെ ഗ്യാങ് ഒരു 10 പേരുടെ ക്ലോസസ്റ്റ് ഗ്യാങ് എടുത്തു കഴിഞ്ഞാൽ 8 പേര് NRIs ആണ്, 8 പേര് പുറത്തുള്ളവരാണ്. ഞാനും ഒരു ഡോക്ടറും മാത്രമാണ് ഇവിടെ ഉള്ളത്, ഒരു ഡോക്ടറും. അപ്പൊ ബേസിക്കലി ഇവരൊക്കെ നാട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ സംഹൗ ഐ മാനേജ് ടു ഗെറ്റ് 7-8 ഔട്ട് ഓഫ് ദം. എന്നിട്ട് എന്റെ വൈഫിന് ഞാൻ ഇവിടെ ഷെറട്ടണിൽ ഒരു റൂം എടുത്തു കൊടുത്തിട്ട് ഒരു 4-5 ദിവസം അവളോട് അവിടെ വെക്കാൻ പറഞ്ഞു. ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് എന്റെ ഫ്ലാറ്റിൽ ചിൽ. ഇതൊക്കെയാണ് പ്രയോറിറ്റീസ്. അപ്പൊ ഇത് പൈസ ആയിട്ട് ഒരു ബന്ധമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ എക്സിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഫുൾ ഓൺ A to Z കാര്യങ്ങൾ എന്റെ തലയിൽ വെച്ച് എനിക്കിത് കൊണ്ടുനടന്നിട്ട് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒരു ഫൗണ്ടർ ആയിരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. അപ്പൊ അത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പൊ അതും ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മണി. ഒരു 2 കല്യാണം നടത്താന്ന് പറഞ്ഞാൽ അത്ര പൈസ വരുന്ന പരിപാടി വന്നല്ല. പിന്നെ അതിൽ ഉപ്പയും ഇൻവോൾവ് ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ഡിഫറൻറ്റ്. പിന്നെ വൈഫായിട്ട് പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പം എത്ര പേര് പ്രേമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എത്ര പേര് പ്രേമിച്ചിട്ടുണ്ട് എന്ന് അറിയില്ല. പ്രേമിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദാനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഒന്നും പൈസ റിലേറ്റഡ് ആയിരിക്കില്ല, ഒക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും. പക്ഷെ ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊടുക്കാൻ പറ്റൂല ഓൺട്രപ്രണർ ആകുമ്പോൾ. അതാണ് സത്യാവസ്ഥ. എന്റെ ഓഫീസിന്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് എന്റെ വീട്, എങ്കിൽ പോലും ചിലപ്പോൾ സമയത്ത് വീട്ടിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ പറയാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ ബിസിനസ്സിൽ തന്നെ ഒരു വേർട്ടിക്കലിൽ എന്റെ വൈഫ് ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഒരു സമയത്ത് ഞാനും വൈഫും തമ്മിൽ പ്രൊഫഷണൽ ടോക്സ് മാത്രമുള്ളായിരുന്നു, പേഴ്സണൽ ടോക്സ് ഇല്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം എനിക്ക് എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ എത്ര പേര് പ്രേമിച്ചവരുണ്ട്? എല്ലാവരും പ്രേമിച്ചവരായിരിക്കും, പറഞ്ഞിട്ടില്ലെങ്കിലും അല്ലേ, മനസ്സിൽ തോന്നിയിട്ടുള്ളവരായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ തോന്നലിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, ഈ സുഖമൊക്കെയാണ് അന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ എപ്പോഴോ നമ്മള് റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ് മാരേജിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ അത്തരം സുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊരു ആഗ്രഹം തോന്നും അത്തരം സുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ലോകം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങളൊക്കെ ഇരുന്ന് എന്റെ പ്രയോറിറ്റി ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും പൈസയായിട്ടൊരു ബന്ധമില്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഞാൻ കൊച്ചിയിലേക്ക് കുറച്ചു കാലം വന്ന് നിൽക്കുന്നതൊക്കെ. ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇടയ്ക്ക് റിലേറ്റീവ്സ് ഒക്കെ വരും, ഇടയ്ക്ക് ഫ്രണ്ട്സ് വരും, എന്റെ ഇന്റർവെല്ലിലെ കോഫൗണ്ടേഴ്സ് വരും, അല്ലെങ്കിൽ ഇന്റർവെൽ എംപ്ലോയീസ് ഒക്കെ വന്ന് നിൽക്കും. ഇടയ്ക്ക് ഒരു 4 റൗണ്ടെങ്കിലും ചുരുങ്ങിയത് കഴിഞ്ഞിട്ടുണ്ടാവും.
ഒരു 5-6 പേര് ഓരോ ഗ്യാങ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിന്റെ, ഗേൾസ് ഉണ്ടാവും, ബോയ്സ് ഉണ്ടാവും, എല്ലാവരും വന്ന് നിൽക്കും. ഇന്റർവെല്ലിലെ പഴയ എംപ്ലോയീസ് ഒക്കെ നമ്മളവിടെ ഭയങ്കര ക്ലോസ് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരുടെ മാത്രം ഒരു വേൾഡാണ് ഇത്. ഞങ്ങള് 2017-18 കാലഘട്ടത്തിലൊക്കെ സംസാരിച്ച കാര്യമാണ്. ബട്ട് ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് 8-9 years. അപ്പൊ അതിലും പൈസയുടെ റോള് വരുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. പക്ഷെ എനിക്ക് പൈസയുടെ കൂടെ കിട്ടിയ വേറെ കാര്യം കൂടെ ഉണ്ടായിരുന്നു, ടൈം. അപ്പൊ എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ ടൈമായിരുന്നു കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നിയത് ആ സമയത്ത്. ചിലപ്പോ ഇനി ആ ത്രില്ലുകളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ പൈസ വീണ്ടും ചിലവാക്കി തുടങ്ങുമായിരിക്കും. ആക്സസ് ടു ടൈം, ക്വാളിറ്റി ടൈം, ആക്സസ് ടു ക്വാളിറ്റി ടൈം ആണ്. അതെ, what you got അപ്പൊ from എനിക്ക് this എക്സിറ്റില് പൈസ മാത്രമല്ല, പൈസ പ്ലസ് ടൈം കിട്ടി, access to time, quality ടൈം കിട്ടി. അപ്പം ഞാൻ ഫസ്റ്റ് ചെലവാക്കാൻ എനിക്ക് തോന്നിയത് ആ ടൈമാണ്. ഞാൻ അങ്ങനെ ഇതുവരെ അങ്ങനെ ഫ്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു. അതെ, അപ്പൊ നമ്മൾ എവിടുന്ന പോയ പൈസയിൽ നിന്ന് നിങ്ങൾ പറ, മന്ത്ലി ഇൻകം പറ, ഒരു റേഞ്ച് പറഞ്ഞാൽ മതി. 0 ആണെങ്കിലും ദർ ഈസ് നത്തിങ് റോങ്. അതുകൊണ്ടാണ് ഞാൻ 0 പറഞ്ഞത് ആദ്യം തന്നെ. നിങ്ങളെല്ലാവരുടെ ഏജ് അത്. അപ്പൊ നിങ്ങളുടെ ഏജിൽ ഒരു 90% ആളുകൾ ഏൺ ചെയ്യുന്നുണ്ടാവില്ല. ദേ ആർ സ്റ്റിൽ സ്റ്റഡിങ്. 10,000 to 15 deal depend on the months. 50 deal 30+. കുറച്ച് ഉറക്കം പറയണേ. എത്ര 30+. എനിക്ക് ഒരു വർഷത്തിൽ 6 മാസം ഒരു 1 to 2 കിട്ടും. 6 മാസം ഒന്നും കിട്ടില്ല. ഒന്നും കിട്ടില്ല. അപ്പൊ ആവറേജ് ഒരു 50 to 60 അവൈലബിൾ. ആവറേജ് ഇല്ല. ആവറേജ് ഇല്ല. ഓക്കെ. എനിക്ക് അങ്ങനെ work ചെയ്തപ്പോ കിട്ടിയത് ലാസ്റ്റ് മന്ത്. ഞാനിപ്പോ കറന്റ് ഒരു ചെറിയ ടീമാണല്ലേ, അപ്പോ നമ്മള് വരുന്ന എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുക. മന്ത്ലി നമുക്ക് ഓടാനുള്ള അറൗണ്ട് 20 to 25 എടുക്കും. ഓക്കെ, ഇനിയാണ് റിയൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ഒരു എത്ര ഏൺ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എത്തുക അറ്റ് ദി ടൈം? ഇപ്പം അടുത്ത മാസം എനിക്ക് ഇത്ര മന്ത്ലി ഇൻകം ഉണ്ടെങ്കിൽ ഐ എം ഹാപ്പി. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവർക്ക് നോളജ് ആയിരിക്കും പ്രയോറിറ്റി, ചിലവർക്കും സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും പ്രയോറിറ്റി, എല്ലാം ഓക്കെ. ബട്ട് സ്റ്റിൽ എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ത്രെഷ് ഹോൾഡ് ഉണ്ടാവില്ലേ, ഇത്ര പൈസയാണ് ഇപ്പോഴത്തെ എന്റെ ഹാപ്പിനെസ്. പൈസ ഹാപ്പിനെസ് എന്നുള്ളതല്ല, ബട്ട് മണി ഈസ് എ പോയിന്റ്. മണി എല്ലാവർക്കും മണി കാരണം ആക്സസ് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പോയിന്റിൽ. അത് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് ഇതിനുണ്ടായിട്ടുള്ള ഒരു 10-15 കൊല്ലം മുമ്പുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. സോ ഫോർ മീ എന്നോട് ചോദിച്ചാൽ ഫസ്റ്റ് ഒരു 1 to 2 lakhs മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റിയ ആ ഒരു സെഗ്മെന്റ് അടുത്തൊരു ലെവലിലെത്തും. ആ ലെവലിൽ മൈൻഡ് സെറ്റ്, ഹെൽത്ത്, എവറിത്തിങ് എല്ലാം ഡിഫർ ചെയ്യും, എല്ലാം കുറച്ചുകൂടെ ക്വാളിറ്റി ആവും. അത് കഴിഞ്ഞൊരു പോയിന്റിലേക്ക് മേ ബി വേറെ വലിയ മച്ച് ഡിഫറൻസ് ആയില്ല. ഇതൊരു ലൈഫിന്റെ ഒരു 80 to 90% നിന്റെ ലൈഫേ മാറും. നിന്റെ മാറും, നിന്റെ ചുറ്റുള്ളവരുടെ മാറും. ഏർണിംഗ് 1 to 2 lakhs ഫാമിലി ഉണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ഫോർ എ കാർ. യു ഷുഡ് ബി ഏബിൾ ടു ടേക്ക് യുവർ എല്ലാവരെയും ഒരുമിച്ച്. സോ ഇന്ന് കേരള, കൊച്ചി എവിടെയൊക്കെ ഒരു കാർ കൊണ്ടേ നടന്ന് ഏൺ ചെയ്യണമെങ്കിൽ മേ ബി ഒരു 1 to 2 lakhs മന്ത്ലി ഏൺ ഉണ്ടെങ്കിലേ യു വിൽ ബി ഗെറ്റിംഗ് ഒരു 4%, 5% ഡീസന്റ് കാറൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സെൽഫ് ഹൗസ് എടുത്ത കാലഘട്ടം നീ പറഞ്ഞ എമൗണ്ട് കറക്റ്റാ. അതായത് ശരിക്കും 1 lakh സാലറി ഉള്ളവരാണ് കാർ എടുക്കേണ്ടത്. ഒരു 6 ലക്ഷം 8 ലക്ഷം ഒരു 10 ലക്ഷം രൂപയുടെ താഴെ കാർ എടുക്കണമെങ്കിൽ 1 lakh. നിങ്ങൾക്ക് അത് 20 ലക്ഷം രൂപയുടെ മേ ബി ഹൈ റൈഡർ, മേ ബി അങ്ങനത്തെ കാറിലേക്ക് മേ ബി കൊച്ചി കേരള ബേസിൽ നിൽക്കുമ്പോൾ 2 lakhs ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി അടുത്തൊരു 4x4 അങ്ങനത്തെ കാർ ആക്കാം. കുറച്ചും കൂടെ നിങ്ങൾക്ക് അത്രയും സ്കേലബിൾ. ഇത് ക്യാഷ് ആയിട്ട് കിട്ടണമെന്നില്ല, റോൾ ചെയ്യാനാണെങ്കിലും ഡിസ്പോസിബിൾ ഇൻകം കയ്യിൽ വന്നാൽ മതി. കറക്റ്റാ. അല്ല, ഞാൻ ആലോചിച്ചത് അതല്ല. ഞാൻ സെൽഫ് ഹൗസ് എടുക്കുന്നത് 2021 എന്റെ മാരേജിന്റെ ഒരു 3 month മുന്നെയാണ് ഞാൻ കാർ എടുക്കുന്നത്. അപ്പൊ അന്ന് പല റീസൺസ് ഉണ്ട്, പേഴ്സണൽ റീസൺസ് ആണ് കാർ എടുക്കുന്നത്. അപ്പൊ ഏത് കാർ ചൂസ് ചെയ്യണം എന്ന്, മീൻസ് ഏത് കാർ ഏതാണെന്ന് ചൂസ് ചെയ്യാനുള്ള ലിബർട്ടി എനിക്കില്ല, അതിനുള്ളൊരു ഫ്രീഡം എനിക്കില്ല. അതെന്റെ കോ ഫൗണ്ടേഴ്സാ ചൂസ് ചെയ്യുക. അത് എല്ലാവരുടെ ഏറെക്കുറെ അങ്ങനെ തന്നെ. ഞങ്ങളുടെ കൂട്ടത്തിൽ 1-2 ആളുകളുണ്ട്, ഇവര് ഭയങ്കര ഈ മെറ്റീരിയലിസ്റ്റിക് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും, അപ്പൊ ഇവര് നമ്മളിലൂടെ സാധിക്കുക. അത് പല കാര്യത്തിലുണ്ട്. ഇപ്പൊ ഒരാള് ഒരു ഷർട്ട് കഴിഞ്ഞ ആഴ്ച ഒരു 3 ഷർട്ട് എടുത്തെന്ന് വിചാരിച്ചു. 4ാമത്തെ അയാൾ ഒരു കട കയറിയപ്പോ അയാൾക്ക് ഒരു ഷർട്ട് ഇഷ്ടമായി. അപ്പൊ അയാളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി വെച്ചിട്ടും അന്നത്തെ കാലത്ത് ചിലപ്പോ അയാളുടെ ഒരു ഉള്ളിൽ ഗിൽറ്റ് വെച്ചിട്ട് അയാൾ 4ാമത്തെ ഷർട്ട് മേടിക്കില്ല. പക്ഷെ 4ാമത്തെ ഷർട്ട് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, അടുത്താണ് എന്നെ വിളിച്ചുകൊണ്ടിരും, സൂപ്പർ ഷർട്ട് മേടിക്കും. അപ്പൊ മേടിക്കും. അപ്പൊ അവന് ഇഷ്ടമുള്ള ഒരു ഷർട്ട് ആരുടെയെങ്കിലും കൂട്ടത്തിൽ ഉണ്ടല്ലോ.
അപ്പൊ നാളെ അവനത് ഇടാം. അപ്പൊ കോ ഫൗണ്ടേഴ്സിലൊക്കെ കുറച്ച് പേര് അങ്ങനെയാണ്. അപ്പൊ ഇതുപോലെ അന്ന് സെൽറ്റോസ് ഇറങ്ങി രണ്ടാമതൊരു എഡിഷൻ ഇറങ്ങിയ സമയം. അപ്പം സെൽറ്റോസ് എന്റെ കൂടുതൽ 1-2 പേർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അന്ന് 21 lakhs ആണ് അതിന്റെ ഫുൾ ഓപ്ഷൻ. 21 lakhs ആണ്. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അന്ന് 32,000 എന്റെ സാലറി. 32,000 സമയത്ത് ഒന്ന് ഡൗൺ പേയ്മെന്റ് അടക്കം എൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പം 100% ലോൺ ഇടണം. അതായത് ഒരു ഡൗൺ പേയ്മെന്റ് പേഴ്സണൽ ലോൺ ഇടണം, പിന്നെ മറ്റേത് കാർ ലോൺ ഇടണം. അങ്ങനെ ആകുമ്പോൾ EMI വരിക 48,000 ആണ്. അപ്പൊ 32,000 സാലറി ഉള്ള ഒരാൾ 48,000 EMI അടക്കണം. എന്ത് പറഞ്ഞാലും കാര്യമില്ല, ആ കാർ തന്നെ എടുക്കണം. ഒരു ഓപ്ഷനും ഇല്ല. ഓൻ പറഞ്ഞ് EMI അടക്കണ്ട. എന്റെ കോഫൗണ്ടേഴ്സ് പറഞ്ഞു EMI അടക്കണ്ട, EMI നമ്മൾ അടച്ചോളാം, പക്ഷെ കാർ ഇത് തന്നെ എടുക്കണം. കാർ ഇതിൽ കുറഞ്ഞ് എടുക്കാൻ പറ്റില്ല. അന്ന് എന്റെ കോഫൗണ്ടേഴ്സ് ആരും നല്ല കാർ യൂസ് ചെയ്യുന്നില്ല. ഒരാൾ ആൾട്ടോ യൂസ് ചെയ്യുന്നത്, ഒരാള് വെർണയാണ് യൂസ് ചെയ്യുന്നത്, ഒരാൾക്ക് കാറില്ല, ഒരാൾ ബൈക്ക് യൂസ് ചെയ്യുന്നത്, സ്കൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സമയത്താണ് എന്നെ കൊണ്ട് ഇവർ ഇത് എടുപ്പിക്കുന്നത്. അന്ന് അങ്ങനെ ഇവർ എടുപ്പിച്ചത് കാറാ, അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും സെൽറ്റോസ് എടുക്കില്ലായിരുന്നു. ശരിക്കും ഭയങ്കര റോങ് ഫൈനാൻഷ്യൽ ഡിസിഷൻ ആണിത്. കാരണം അന്ന് ഇവര് തന്നൊരു കോൺഫിഡൻസാ, ഞങ്ങൾ മാനേജ് ചെയ്തുള്ളൂ, നീ എടുത്തോന്ന് പറഞ്ഞിട്ട്. കുറച്ചു കാലമൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ബട്ട് എന്നെ കുറേ കാലം ഈ കാർ ലോണ് ഒരു ഞെരുക്കിയിട്ടുണ്ട്. ഇത് ഒരു പരിപാടി ചെയ്യാൻ പറ്റാതെ, നമ്മൾ വിചാരിച്ച ഒരു കാര്യം വേറെ മേടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഞെരുക്കിയിട്ടുണ്ട് ആ കാർ കുറെ സമയത്തേക്ക്. പിന്നെ പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആയി. ഇന്റർവൽ ഗ്രോ ഗ്രോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ ഇപ്പോഴും ആ കാറിന്റെ EMI അല്ലെങ്കിൽ കാറൊക്കെ ചിലപ്പോൾ കൊണ്ടുപോയിണ്ടാവും, എന്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നീ പറഞ്ഞപ്പോ അതേ ആലോചിച്ചു, അന്ന് എത്ര മോശം ഡിസിഷൻ ആയിരുന്നു എടുത്തതെന്നില്ല. ബട്ട് സംഹൗ അത് നല്ല ഡിസിഷനായി മാറി. അതുകൊണ്ട് ഇപ്പൊ നന്നായി പറയാം, അതുകൊണ്ട് ഇപ്പൊ കോഫൗണ്ടേഴ്സിനെ പൊക്കി പറയാം. അല്ലെങ്കിൽ ഞാൻ അവരെ തെറി വിളിക്കുന്ന സമയമായിരുന്നു. അപ്പം അതാണ് നിന്റെ ത്രെഷോൾഡ് സായി. സംവെയർ അറൗണ്ട് ദെയർ. കാരണം ഇപ്പൊ നമ്മളിപ്പോ സാക്രിഫൈസ് ചെയ്തത് ആ ഗ്രോത്ത് ഗോൾസ് കാരണമാണ്. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ ഒരു സെഗ്മെന്റ് ഓഫ് ഇതിലേക്ക് മാറിയാൽ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാം, കുറച്ച് എമൗണ്ട് ലൈക്ക് ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള ലെവലിക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് ചെയ്യുക, അതാണ് നമുക്ക് ഇപ്പൊ ഈ സ്റ്റേജിൽ പറ്റുണ്ടാവുക. ഫാമിലിനെ കുറച്ചുകൂടെ നോ പറയാതിരിക്കുക. ദാറ്റ്സ് വെയർ മനസ്സിലായി. ഫാമിലി എന്തെങ്കിലും ഒരു റീസൺ അല്ലേ, ഉമ്മച്ചി മേ ബി മന്ത്ലി ഈസിലി. അതിൽ കൂടുതലാണെങ്കിൽ ഞാൻ ഇത് ഈ ഡാറ്റ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്നുള്ള ആലോചിക്കണം. ഏത് പ്രൊജക്ടിൽ പ്ലേസ് ചെയ്യണം, നിങ്ങളുടെ ആവശ്യം എത്രയാണ് എന്ന് വിചാരിച്ചിട്ട് ഇനി കൂട്ടി പറയാൻ കണ്ടോ. ഒരു 5-6 എനിക്ക് പണ്ടുതല്ല ഒരു 5-6 വർഷമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇയർലി 1 crore എക്സ്ക്ലൂഡിങ് എക്സ്പെൻസ്. 1 crore ഇയർലി സേവ് ചെയ്യാൻ പറ്റണം. എക്സ്ക്ലൂഡിങ് എക്സ്പെൻസ് വരണം. അതായത് ഒരു 8 to 9 lakhs മന്ത്ലി സേവ് ചെയ്യാൻ പറ്റണം. ഒരു 10+ വരണം. എത്ര എക്സ്പെൻസ് ഉണ്ട് അപ്പൊ? എക്സ്പെൻസ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് നമ്മളുടെ ട്രാവലിങ്ങും ഓരോ സ്ഥലത്ത് പോകുന്നതും സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം 60 to 70 വരെ പൊട്ടിച്ചിട്ടുണ്ട്. 1000 സ്റ്റേ ട്രാവൽ എല്ലാം കൂടെ കൂട്ടി, ഇന്റർനാഷണൽ നാഷണൽ ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് താഴേക്കാരന് ഒരു രൂപത്തിലും ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ നല്ലതെന്ന് തന്നെ വെച്ചാൽ ഞാൻ നിൽക്കുന്നത്. അന്നേരം ഈ ഒരു എമൗണ്ട് 1 crore plus വരണം ഒരു ഇയർലി. ബന്ധമില്ലാത്ത എമൗണ്ട് ആയി. എനിക്ക് എന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പറയുകയാണെങ്കിൽ എനിക്കിപ്പോ ഒരു മന്ത്ലി ഒരു 50K കിട്ടിയ എന്റെ ഇപ്പോഴത്തെ ഇതിൽ എനിക്ക് സുഖമായിട്ട് പോകും. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. പിന്നെ ഞാനിപ്പോ ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിലും എന്റെ ട്രാവൽ അപ്പൊ അതിൽ പോകുമ്പോ അതും പിന്നെ എനിക്ക് അതിന്റെ EMI അടയ്ക്കാനും ഇതിൽ നിന്ന് പോകും. അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഫ്രീ ആവും. പിന്നെ ഞാൻ കൊച്ചിക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതും അതിൽ പോകും. എന്റെ ഒരു കമ്മിങ് ഒരു 1-2 years ചിലപ്പോ എനിക്ക് ആ ഒരു സാലറി പോകും. ശരിക്കും ഒരു ബേസ് ലൈൻ ഉണ്ട്. എല്ലാവരും ഒരു പേഴ്സണൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ഒരു ബേസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ശരിക്കും 30K മതി. എനിക്ക് ഇപ്പോഴത്തെ കാലം ചെയ്തത് ഇനിയിപ്പോൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. പക്ഷെ ത്രഷോൾഡ് എനിക്ക് ഡിറൈവ് ചെയ്ത് പറഞ്ഞത് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ഫൗണ്ടറിനോട്. അതായത് മന്ത്ലി $10,000 ഏൺ ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഒരു ബേസ് ലൈൻ. ആ ബേസ് ലൈൻ ഞാനിപ്പോൾ കീപ്പ് ചെയ്തത്. അപ്പോൾ ഒരു നെക്സ്റ്റ് 1 yearനുള്ളിൽ ആ ലെവലിലേക്ക് എത്താനാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായി. എന്നാൽ ഇനി ഇവിടുന്ന് തന്നെ റിവേഴ്സിൽ ഇതിന്റെ ഒരു നെക്സ്റ്റ് എക്സ്റ്റൻഷൻ പോവാം. നിങ്ങളുടെയൊക്കെ ഒരു റിട്ടയർമെന്റ് എമൗണ്ട് എത്രയാണ്? അത് ചോദിക്കാതിരിക്കുന്നതല്ല. നമുക്ക് അറിയാലോ. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ തോന്നിയത്. അതായത് ഇയർലി 1 crore സേവ് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഈ റിട്ടയർമെന്റ് പോയിന്റ് എന്താണുള്ളത്? ഇപ്പൊ ആള് പറഞ്ഞു $10,000 ഉള്ള പോലെ തന്നെ നമ്മൾ അങ്ങനെ ആ കൂടുതലുള്ള ആൾക്കാർ അവരുടെ കൂടെ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നൊന്നുമല്ല.
ഇതൊക്കെ അവരുടെ ലൈഫിലുള്ള നോർമലൈസ് ചെയ്തൊരു സംഭവമാണത്. അത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്ത ഒരു ടൈമിൽ എത്തിയപ്പോഴാണ് പിന്നെ അതിൽ കുറവായിട്ടൊന്നും ചിന്തിക്കില്ല എന്നൊക്കെ ഒരു പോയിന്റ് എത്തിയത്. ഡിപ്പെൻസ് ഓരോരുത്തർക്ക് അനുസരിച്ച്. നീ പറ നിന്റെ റിട്ടയർമെന്റ്. വെൽത്തിന്റെ എമൗണ്ട് ഡിറൈവ് ചെയ്തത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നമ്മളെല്ലാവരും ഞങ്ങൾ 3 ആൾക്കാർ ഒന്നിച്ചായിരുന്നു. അപ്പോൾ 200 കോടി ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. ഞങ്ങൾ ഡിറൈവ് ചെയ്ത് തന്നു. ഇത് നിങ്ങൾ ഗ്യാങ്ങിന്റെ അക്കൗണ്ടിൽ മൊത്തത്തിലാണോ അതോ ഒരാളുടെ അക്കൗണ്ട്? അല്ല, 3 ആൾക്കാർ 3 ഡൊമൈനിലാണ്. 3 ആൾക്കാരും അതിൽ എക്സ്പെർട്ട് ആവാം. അതിൽ എന്താവാ 200 കോടി റിട്ടയർ ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും. ഒരു പേഴ്സണൽ വെൽത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് അസറ്റ് ആയിരിക്കും, ലിക്വിഡ് ക്യാഷ് ആയിരിക്കും, എങ്ങനെയായിരിക്കും എത്ര പിടിക്കുമ്പോൾ ഡെറൈവ് ചെയ്താ ഇത് പുറത്തു പോകുമ്പോ ഇത് വരും. എങ്ങനെയായിരിക്കും ലിക്വിഡ് പ്രശ്നം ടാക്സ് അടച്ച ഏത് ബാങ്കിൽ കൊണ്ട് 200 രൂപ ഇടും? ഞങ്ങൾ 9th പറ. അവ 200 കോടി നിനക്ക് വേണം, എന്നാലും നീ റിട്ടയർ ചെയ്യണം. അത് വരെ പണിയെടുക്കും. ലിക്വിഡ് ക്യാഷ്, ലിക്വിഡ് അതിനാണ് റിട്ടയർമെന്റ് എന്ന് പറയാട്ടോ. കോംപ്രമൈസ് ഇല്ല. അതായത് 200 കോടി കിട്ടുന്നവരെ നീ പണിയെടുക്കും. നീ ഗെയിം പറ. എനിക്ക് ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു എമൗണ്ട് ഇടാൻ പറ്റണില്ല. എനിക്ക് തോന്നുന്നു എന്റെ ഇപ്പൊ തോന്നണ പറഞ്ഞാൽ മതി, നാളെ മാറ്റി പറഞ്ഞ പ്രശ്നമില്ല. ഓക്കെ, ഒരു 100 CR എല്ലാരും തൂക്കിയറിയാ. നമുക്കൊരു $1 ബില്യൺ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. 8500 കോടി. ഇപ്പൊ ഏകദേശം ഒരു 10,000 വരുന്നുണ്ട് ഡോളർ. ശരിയാ, 9400 കോടി. 1 CR വെച്ച് നോക്കുമ്പോ അവരുടെ 9400 കോടി കിട്ടിയാലാണ് അവർ റിട്ടയർ ഉള്ളൂ. അതുവരെ പണിയെടുക്കും. നീ പറ. നേരത്തെ 1 ബില്യൺ സൗണ്ട്സ് ഗുഡ്. $1 ബില്യൺ ആണ് ഇങ്ങനെ പറഞ്ഞത്. $1 ആണ് ഇന്ത്യൻ ആണോ? നീ പറയുന്നത് ഇന്ത്യ ആണോ US ഡോളർ ആണോ? US ഡോളർ ആണ് 10,000 കോടി. US ഡോളർ ആണെങ്കിൽ 10,000 കോടി. മറ്റേ 1000 കോടിക്ക് അടുത്ത് സെറ്റ് ആവും. 1 ബില്യൺ സൗണ്ട്സ് ഗുഡ്. കാരണം ഒരു ബില്യണർ സാധനം സൗണ്ട്സ് ഗുഡ്, ബട്ട് ബില്യണർ ഫൈൻ. ബില്യണർ ആവാൻ അത്രയും പൈസ എന്റെ കയ്യിൽ വേണമെന്നില്ല. നിനക്ക് അസെറ്റ് ഉണ്ടായാലും മതി, വേറെ കമ്പനികൾ ഉണ്ടായാലും മതി. ആയിക്കോട്ടെ, 1 ബില്യൺ റിട്ടയർ ആവുള്ളൂ. നമ്മളൊക്കെ ഒരു ഞാൻ പറഞ്ഞേ 10 കോടി വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇസ് ഇറ്റ് ഫൈൻ? 10 കോടി ഡീസന്റ് ആണ്, ലൈഫ് സെറ്റ് ആണ്. ഒന്നും 50 ലക്ഷം അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ പണിക്ക് പോകണ്ടെന്ന് വിചാരിക്കുന്ന മലയാളികളുണ്ട്. അല്ല, അതിൽ സേ 50 അങ്ങനെയാണെങ്കിൽ ഒരു 10 കോടി ഡീസന്റ് ആണെങ്കിൽ അതിൽ സേ 10 CR. 3 കോടി 4 കോടി ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ പിന്നെ ലൈഫിൽ പണിയെടുക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ എക്കോണമി അനുസരിച്ച്. ഒരു 10 CR to 50 CR ഫൈൻ ആണ്. അങ്ങനെ ഒരു എമൗണ്ട് ആസ് സച്ച് മൈൻഡിലില്ല. മേ ബി നമ്മളുടെ എല്ലാ ഇപ്പൊ നമ്മള് ഒരു എമൗണ്ട് നോക്കിയിട്ടാണ് എല്ലാ സാധനങ്ങളും ഡിസിഷൻസ് എടുക്കുക. അത് പോയി കിട്ടാ, അത്രേ ഉള്ളൂ. ലൈക്ക് അത് പോയി കിട്ടും. ചെറിയ ചെറിയ ആഗ്രഹങ്ങള്. അല്ല അങ്ങനെയല്ല, ബട്ട് യു ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട് നാളെ ഒരു ഉംറക്ക് പോകണം ഫാമിലിക്ക്. യു ഡോണ്ട് നോ, നമ്മളെപ്പോഴും വറീഡ് ആയിരിക്കും ആ എമൗണ്ടും ഇതൊക്കെ. ബട്ട് ഒരു പോയിന്റ് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ടു തിങ്ക് അബൌട്ട്. ആ സ്റ്റേജിൽ എത്താം. ഐ ഡോണ്ട് ഹാവ് എ നമ്പർ ടു ഗൂഗിൾ പേയിൽ ടിംഗ്ലിംഗ് അടിക്കുക, മറ്റേത് വരരുത്. ഇപ്പൊ പറഞ്ഞതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 to 15 crore മതിയാവും. ദാറ്റ് ഇസ് ഇനഫ്. ഐ മീൻ ഇമ്പാക്റ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളൊരു മൈൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ആവാൻ പറ്റുമായിരിക്കും. ഞാനൊക്കെ ഒരു 25 വിചാരിച്ചിരുന്ന ആളാ. ഇപ്പോഴും വിചാരിക്കുന്നുണ്ടോ? മേ ബി നമ്മളെല്ലാം കൂടുതൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് 25 വേണ്ടെന്നുള്ള എടുത്താ. കാരണം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ കണ്ടീഷനിൽ ഇന്ത്യയുടെ പുറത്ത് പോകണം എന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണെങ്കിൽ 10 crore ഓർ അറൌണ്ട് ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് പിന്നെ പണിയെടുക്കണം. ഇയർലി ഒരു ഇന്റർനാഷണൽ ട്രിപ്സോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 10 CR. അതിലുള്ള ഒരു പ്രശ്നം എന്താ പറയുക, ഈ ഇന്റർനാഷണൽ ട്രിപ്പിൽ എനിക്ക് 30,000-40,000 രൂപ ഉള്ള സമയത്ത് ഒരു മാസം യൂറോപ്പിൽ പോയി വെച്ചാൽ വൈഫിനെ കൊണ്ട് എനിക്ക് ആകെ ഒരു 2.5 lakhs. ഞാൻ 3 ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോയി. എന്റെ കയ്യിൽ അക്കൗണ്ടിൽ ആകെ 30,000 rupees ഉള്ളായിരുന്നു. ഇവിടുന്ന് യൂറോപ്പിക്ക് വണ്ടി പോകുമ്പോൾ 3 ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോയിട്ട് ഞാൻ ഒരു മാസമാണ് നിന്ന് പോകുന്നത് 5 രാജ്യത്ത്. അതുകൊണ്ട് യൂറോപ്പ് എനിക്ക് അന്നും ഇന്നും ഒരു ധനികരുടെ നാടായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ എത്ര ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും 10 കോടിയൊക്കെ ഉണ്ടെങ്കിൽ. ഇഷ്ടം പോലെ വർഷത്തില്. അല്ല, ഞാൻ പറഞ്ഞ ഫാമിലിയും അഫോർഡ് ചെയ്യാനായിട്ട് ഇപ്പൊ എനിക്ക് 10 CR അബവ് സ്വീറ്റ് സ്പോട്ട് ആണ്. 10 to ബാക്കി 20 ഒക്കെ ഉണ്ട് ബോണസ്. ഇപ്പൊ ഈ 10 CR ഉണ്ടെങ്കിൽ തന്നെ നമ്മള് ഒരു സംവർ അറൌണ്ട് 60-70 lakhs ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടാവും. നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നല്ല പറഞ്ഞത്. ആ റേറ്റിൽ കൂട്ടി കഴിഞ്ഞാൽ 6-7% ഗ്രോത്തിൽ കൂട്ടി കഴിഞ്ഞാൽ തന്നെ 60-70 lakhs ഉണ്ടാവും. ഇയർലി നിനക്കൊരു
30-40 ലാക്സ് ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 20 to 30 ലാക്സ് ലെഷറിന് യൂസ് ചെയ്യാൻ പറ്റും ലക്ഷറിക്ക്. 10 കോടി ഇടുക, SIP മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ ഒന്നാലും 10% മുകളിലുണ്ട്. 12% മിനിമം കിട്ടും ഇപ്പൊ ഇന്ന്. അതായത് 1 കോടി എല്ലാ വർഷവും 1 കോടി. 10 CR will be a decent amount. ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കൂട്ടിയാൽ മതി. 10 CR ആണ് എല്ലാ വർഷവും 1 CR ഇൻക്രീസ് ചെയ്യും. അതായത് 1 CR ആ 10 CR അവിടെ തന്നെ ഉണ്ടാക്കില്ല, ബട്ട് എല്ലാ വർഷവും 1 CR കിട്ടും. 1 CR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് 1.2 CR ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മന്ത്ലി 10 lakhs ഉണ്ട്. നീ ആലോചിച്ചാൽ മതി, മന്ത്ലി 10 lakhs കിട്ടുന്ന ഒരു സിനാരിയോയിൽ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? റമീസ്ക ഏതൊരു പോയിന്റ് എത്തുമ്പോഴാണ് റിട്ടയർമെന്റ് കോൾ ചെയ്യാം? നല്ല ചോദ്യം. വേണേ ഇന്ന് റിട്ടയർ ചെയ്യാം. അതായത് ഇപ്പൊ എന്റെ ഉപ്പന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉപ്പ ഗവൺമെന്റ് എംപ്ലോയിയാ. ഉപ്പ റിട്ടയർ ആയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ആയി. പക്ഷെ ഉപ്പ ഞാൻ പറയുകയാണെങ്കിൽ ഉപ്പ കമ്പനി മാറിയെന്നേ പറയുള്ളൂ. കാരണം ഗവൺമെന്റ് ജോബിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ കൈക്കോട്ട് എടുത്ത് ഇറങ്ങിയതാ. അപ്പൊ കൃഷിയെ പരിപാടി, കൃഷിയിൽ വലിയ ലാഭമൊന്നുമില്ല, ബട്ട് ഓവർ ദി പീരീഡ് ഉണ്ടാക്കുന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഫോർ ദ മോണിറ്ററി ബെനിഫിറ്റ് ആണോ ആളിപ്പോ ഇത്? അല്ല, മോണിറ്ററി ബെനിഫിറ്റ് അല്ല. അതാണ്, അതായത് ഇപ്പം അതിന് ഇങ്കൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ആൾക്ക് ഇംഗത്തിന്റെ ആവശ്യമില്ല. പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞു, മക്കളെല്ലാവരും മാരീഡ് ആണ്, മക്കളെല്ലാവരും എംപ്ലോയിഡ് ആണ്, 3 പേരും എംപ്ലോയിഡ് ആണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആൾക്ക് പെൻഷൻ വരുന്നുണ്ട്. അപ്പൊ ആൾക്ക് ഇത് കുറച്ച് അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ ആളെ സംബന്ധിച്ച് ആളെ മെന്റൽ ഹെൽത്തും ആളുടെ ഫിസിക്കൽ ഹെൽത്തും കണ്ടിന്യൂ ചെയ്തു പോവാൻ ഇപ്പൊ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ എന്നാണ് ആളുടെ കോൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് അയാൾ പണിയെടുക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഒരു വെഞ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെഞ്ചേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെഞ്ചർ ബിൽഡ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യാം. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ വർക്കായില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതല്ല. പക്ഷെ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അല്ലാതെ വെൽത്ത് അല്ല ഫസ്റ്റ് പ്രയോറിറ്റി. അത്യാവശ്യം വെൽത്ത് സെറ്റിൽഡ് ആണ്, സോർട്ടഡ് ആണ്, ആ പാർട്ട് സോർട്ടഡ് ആയിട്ട് അങ്ങനെ ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. പക്ഷെ അതിനെ കുറിച്ച് ചിന്തയില്ല. മേ ബി കുറച്ച് സോർട്ടഡ് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സോർട്ട് ആയിക്കോളും. അതെ, ആ മൂടാണ്. കുറച്ച് കാൽക്കുലേറ്റഡ് റിസ്ക്. കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല, സോർട്ട് ആയിക്കോളും. അങ്ങനെയാണ്. പണം ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ ആക്സസ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതില്ല. ടിങ് ടിങ് ഗൂഗിൾ പേയിലെ ടിങ് ടിങ് പോകണം. ഗൂഗിൾ പേ ഒന്നുമില്ല, അമേരിക്കൻ എക്സ്പ്രസ് കാർഡ്. ഭയങ്കര അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഹോൾഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഐ ഡോണ്ട് നോ വൈ. അത് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എപ്പോഴും 10 കോടിയോ 20 കോടിയോ ഒന്നും ഒരൊറ്റ സെറ്റിൽ കൊടുക്കാൻ പറ്റും. അത് സെപ്പറേറ്റ് പറ്റിയ മന്ത് കൊടുക്കാനും അഫോർഡ് ചെയ്യാൻ പറ്റണം. അതും വേണം. ഞാൻ 10 കോടി 20 കോടി ഒരുമിച്ച് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നി. നിങ്ങൾ പേ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സിംഗിൾ ടിക്കറ്റ് എന്തിനു വേണ്ടിട്ടാ? സ്വന്തം പൈസ കൊണ്ട് pay ചെയ്ത് സ്വന്തം പൈസ. മറ്റേത് കോളേജ് ഫീസ് ആയിരിക്കും ചിലപ്പോ. ലാപ്ടോപ്പ്, ഫോൺ, പണ്ടൊരു പ്രോജക്ട് ചെയ്തിട്ട് കുറച്ച് കാശ് കിട്ടി. അത് അപ്പോഴെ മറ്റേ പ്രോജക്റ്റിലേക്ക് കിട്ടും, ഒരു 8-9 ലക്ഷം രൂപ. അതാണ് ഏറ്റവും സിംഗിൾ ആയിട്ട് കൊടുത്തത്. എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ. സിംഗിൾ ടിക്കറ്റ് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ഈ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിരിക്കും ഇതിന്റെ ഏറ്റവും വലുത് ചെക്ക്. അതല്ലാതെ ആണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും അസറ്റ് മേടിച്ചതായിരിക്കും. വീടല്ല, സ്ഥലം മേടിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് മേടിച്ചതായിരിക്കും. കാശ് എത്രയാന്ന് പറയില്ല. അങ്ങനെയല്ല, ഏകദേശം ഒക്കെ ഒരേ റേഞ്ചിലുള്ള എമൗണ്ട്സ് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ലാൻഡ് മേടിക്കും പറയാൻ പറ്റില്ല. ഇഡിയൊക്കെ പുറകെ വരും ചിലപ്പോ. വന്നിട്ടുണ്ടോ? എന്തിന്? ഇനി ഇത് കണ്ടിട്ട് വരണ്ട. അങ്ങനെയല്ല, ഇഡി പൈസ ഉള്ളവരടുത്ത് വരുന്നതല്ല. ഇഡി എന്ന് പറയുന്നത് അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, IT, ഇൻകം ടാക്സ്. നമ്മൾ ടാക്സ് അടക്കണ്ടല്ലോ, പിന്നെന്തിനാ വരാതിരിക്കുന്നത്? എനിക്ക് കിട്ടിയ എമൗണ്ടിന്റെ 30% ഞാൻ ടാക്സ് അടക്കുന്നുണ്ട്. പിന്നെന്ത്? ഇയർലി ചിലതിന്റെ 30% അടക്കുന്നുണ്ട്, ചില സമയത്ത് 12.5% അടക്കുന്നുണ്ട് ചില സെറ്റ്സ്. ഇപ്പോ ഒരു ഒബ്വിയസ്ലി ഔട്ട് ഓഫ് ദ ബ്ലൂ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദുബായ് പോലുള്ള കൺട്രി പോവാ, 0 ടാക്സിൽ ജീവിക്കുക. ഇല്ല 30% ഭയങ്കര ഇന്ത്യൻ പേഴ്സൺ. അല്ല, ആ ഒരു പെർസ്പെക്റ്റീവ് എന്താ അഭിപ്രായം? 30% ഞാൻ ഇന്റർവെല്ലില് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ ആനുവൽ ഇൻകം വാസ് അറൌണ്ട് 40 lakhs ഇന്റർവെല്ലുള്ള സമയത്ത്. അപ്പം 40 lakhsന് ഞാൻ അറൌണ്ട് 10 to 15 lakhs ഒക്കെ ടാക്സ് അടച്ചിട്ടുണ്ടാവും.
എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ദുബായ് എന്ന് പറയുന്നത് ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ മറ്റു രാജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി വേറെ രാജ്യത്ത് ഇടുക, ദുബായിലൊന്ന് താമസിക്കുക എന്നുണ്ട്. ദുബായിൽ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കൺട്രി എക്സിറ്റ് ചെയ്യാം. കൺട്രി ഈ ടാക്സ് കെട്ടിക്കാൻ കൺട്രി എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തൊരു അഭിപ്രായം ചോദിച്ചു? ടാക്സ് ഇവൈഡ് ചെയ്യാനോ? ആ ഇവൈഡ് ചെയ്ത പൈസ എന്തിനാ? You can Maybe I chose a perspective. Just ask for that. അതാണ് അതിലെ ചോദ്യം. അതായത് എനിക്ക് എന്റെ പൈസ എന്ന് പറയുന്നത് എന്റെ നാട്ടിലേക്ക് ഫ്രണ്ട്സ്, എന്റെ ഫാമിലി, എന്റെ ഹാപ്പിനെസ്സുകളാണ്. എന്റെ ഹാപ്പിനെസ്സുകളൊക്കെ നാട്ടിലാണ്. ഇവിടെയാണെങ്കിൽ അവിടെ പോയി. അപ്പൊ 30% കോസ്റ്റ് ആയിട്ട് കൂട്ടി ഇവിടെ അതെ, അപ്പൊ അത് അങ്ങനെ കൂട്ടാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതും കൊണ്ട് ഞാൻ ദുബായി പോയിട്ട് എനിക്ക് ഹാപ്പിനെസ് ഇല്ലല്ലോ. അവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കാര്യമില്ല. അവിടെ ഒറ്റയ്ക്ക് ഒരു കാര്യമില്ലല്ലോ. എന്റെ വൈഫ് തിരിച്ചാണ്. വൈഫിന് പുറത്തൊക്കെ പോയിട്ട് സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിത് തുടക്കം മുതലേ പറഞ്ഞതാണ് നാട്ടിലേ നടക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല ആ വിഷയത്തിൽ. പിന്നെ ഇതാണല്ലോ എല്ലാം നമുക്ക് 3 മണിക്കൂറോ 4 മണിക്കൂർ കൊണ്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലേ. എപ്പോ വേണമെങ്കിലും പോയി വരാമല്ലോ. ഞാൻ എക്സിറ്റിന് ശേഷം തന്നെ ഡോക്യുമെന്റേഷൻ കഴിയുന്നതിന് മുന്നേ ഈ കൺഫേം ചെയ്തതിന് ശേഷം വൈഫ് ദുബായ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്റർവെല്ലിൽ ദുബായിൽ ഇൻകോർപ്പറേറ്റ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഇടക്കിടക്ക് പോയി വരുന്നതാണ്. അപ്പോൾ വൈഫ് യൂറോപ്പിൽ പോയിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ കുറേ പോയിട്ടുണ്ട്, പക്ഷെ ദുബായിൽ ഇതുവരെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് ഇതേപോലെ ഒരു 10 days ഞങ്ങളെല്ലാ ഫൗണ്ടേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, വൈഫിനെ കൂട്ടി ഞാൻ മാത്രമേ. അപ്പോൾ ഞാനും വൈഫും കൂടെ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും പോയി കഴിഞ്ഞാൽ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അൽ നഹദ ഭാഗത്ത്. അപ്പോൾ വൈഫ് ഉള്ളത് കൊണ്ട് വൈഫിനെ കൊണ്ട് ഞാൻ 1 week പാമിൽ പോയിട്ട് 1 week ഫുൾ പാം ജുമേറയിൽ. നാളെ ആരെങ്കിലും ടാക്സ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് അടക്കം വെക്കും കേട്ടോ എല്ലാവരും. പോഡ്കാസ്റ്റിൽ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, എഡിറ്റഡ് വെർഷനിൽ വരികയും വേണം. എല്ലാവരും കേടി വരും. മണി ലോണ്ടേഴ്സ് അയ്യണ്ടിക്കരുത്. അയ്യോ ചെയ്യരുത്. അപ്പൊ അതാണ്. അപ്പം എല്ലാവർക്കും റിട്ടയർമെന്റ് എമൗണ്ട് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഹെൽത്തിലേക്ക് വരാം. എന്താണ് ഹെൽത്തിനോട് നിങ്ങൾക്കൊക്കെ ഉള്ള കാഴ്ചപ്പാട്? ലൈഫിലെ നമ്പർ 1 പ്രയോറിറ്റി ഹെൽത്തിനായിരിക്കണം. അങ്ങനെ പറയാൻ റീസൺ വല്ലതുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ 60-70+ കഴിഞ്ഞ ആൾക്കാർ ആരും ഇല്ലാതെ ഉള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് ഹെൽത്ത് വേസ്റ്റ് ആകുമ്പോൾ ടോട്ടലി വേസ്റ്റ് ആയി. കിടപ്പിലായ സാഹചര്യത്തിൽ വേറെ ഹെൽത്ത് പോകണ്ട. ഞാനൊക്കെ അതിന്റെ ഉത്തമ ഉദാഹരണ. സംസാരിക്കട്ടെ പ്രായമുള്ളവര്. അല്ല, സംഭവം ശരിയാ. ഞാൻ പ്രായത്തിൻ്റെതല്ല, ഞാൻ ജീവിച്ചിരുന്ന ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ എന്നെ തിരിച്ച് ബാക്ക്ഫയർ ചെയ്തിട്ടുണ്ട്, ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഉറക്കത്തിന്റെ കാര്യങ്ങളായാലും പിന്നെ ബോഡി മൂവ്മെന്റ്സിന്റെ കാര്യങ്ങളായാലും എനിക്ക് കുറെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ റീസൺ ഒരുവിധമൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് ക്ലിയർ ചെയ്ത് വരാം, എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും എക്സിറ്റ് അല്ല, ഞാൻ ഇന്റർവെല്ലിൽ ഓപ്പറേഷനിൽ ഇൻവോൾവ് അല്ലാത്ത ഡേ 1 മുതൽ ഞാൻ ആദ്യം എടുത്ത തീരുമാനം കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാമെന്നാണ്. ഞാൻ ഫസ്റ്റ് തുടങ്ങിയ കാലിസ്തനിക്സ് ആയിരുന്നു. കാലിസ്തനിക്സ് തുടങ്ങി, പിന്നെ കുറച്ച് ജിമ്മിൽ കുറച്ച് പരിപാടികൾ അതായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനത്തെ കുറച്ച് ഡിസീസസ് ഉണ്ടായിരുന്നു. അപ്പം അത് ക്യൂർ ചെയ്യാന്നുള്ളതായിരുന്നു ഫേസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് അത് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി ഇത് ശരിക്ക് അവോയ്ഡബിൾ കാര്യങ്ങളായിരുന്നു എല്ലാം. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ലീപ്പിനൊക്കെ കുറച്ചൊന്ന് പ്രയോറിറ്റി കൊടുത്ത് എന്തായാലും ഉറങ്ങുന്നുണ്ട്, നമ്മൾ ഉറങ്ങാതിരിക്കുന്നില്ല. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴേ ഉറങ്ങുള്ളൂ എന്ന് മാത്രം. 2 ദിവസം കൂടുമ്പോൾ എന്ത് ചെയ്യും, ഒരു 12 മണിക്കൂർ 14 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങും. അപ്പൊ ഇതിനൊക്കെ ഒന്ന് കറക്റ്റ് ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമതൊന്നും ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ. പക്ഷെ അന്നത് തോന്നിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ 60-ക്കൊന്നും എത്തണ്ട, എല്ലാവർക്കും പണി കിട്ടും നേരത്തെ തന്നെ. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, സ്റ്റെഫിന് ഇപ്പൊ എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. ബയോ ഹാക്കിംഗ് ലാസ്റ്റ് 6 മന്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 6 months ബയോ ഹാക്കിംഗ് ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബയോ ഹാക്കിംഗ് ലോഞ്ചിവിറ്റി ക്രയോതെറാപ്പി. ഇങ്ങനെ 3 സംഭവമുണ്ട്. ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുക, കൂൾ ഷവർ, അങ്ങനത്തെ പരിപാടികൾ. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫുഡ്, നമ്മൾ മില്ലറ്റ്സ് കഴിക്കാൻ പാടില്ല, ചോറ് കഴിക്കാൻ പാടില്ല, ധാന്യങ്ങൾ കഴിക്കണം. ക്രയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഈ ആർസനലും മാഞ്ചസ്റ്ററും ഉള്ള അവരുടെ ടീം കളിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കളി കഴിയും കൈയും കാലൊക്കെ ഒരു വേദന എടുക്കില്ലേ, അതൊക്കെ ഉള്ളിൽ ചെറിയ ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ -143 ഡിഗ്രിയിൽ നൈട്രോജൻ ലിക്വിഡ് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഹാർഷായിട്ട് പമ്പ് ചെയ്യും 2-3 മിനിറ്റ്. അപ്പോൾ ഇഞ്ചുറീസ് ഒക്കെ പെട്ടെന്ന് മാറും. ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്ത സമയത്ത് ബയോ ഹാക്കിംഗ് ലോഞ്ചിവിറ്റി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് 4 മണിക്ക് എണീക്കണം, 9 മണിക്ക് ഉറങ്ങണം, ഈ കോൾഡ് ഷവർ, അത് മില്ലറ്റ്സ് കഴിക്കാൻ പാടുള്ളൂ, പിന്നെ ചിക്കൻ കഴിക്കാൻ, പക്ഷേ അതിനൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ
നമ്മളൊരു കാര്യത്തെ നോക്കിക്കാണുന്നത് വരെ മാറിപ്പോയി, നമ്മുടെ മെന്റാലിറ്റിയെ മാറിപ്പോയി. നമുക്ക് പിന്നെ ദേഷ്യപ്പെടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു ടോട്ടൽ ടേൺ ഓവർ വന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഒരാൾ, ഞാൻ കാറിൽ ഇരിക്കുന്നുണ്ട്, ഡ്രൈവർ ഒരാൾ ക്രോസ് ചെയ്തപ്പോൾ അയാൾ ചീത്ത വിളിക്കുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട് അത് എന്തിനാ വിളിക്കുന്നത്, അത് സംഭവിച്ചു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറൊരാളുടെ പ്രശ്നം കൊണ്ട് നമ്മളെ ഒരിക്കലും അലട്ടാൻ പാടില്ല. ഇങ്ങനെ ഒരു മെന്റലി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ആ പ്രോജക്ട് കഴിഞ്ഞപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ അയാളെ ഇവനെ ആദ്യം വിളിക്കും. ശരിക്കും ഫാരിസ് ആണ് ഇതിൽ ഉത്തരം തുടങ്ങേണ്ടത്. കൂട്ടത്തിലെ ഒരു ഫ്രീക്കൻ ഫിറ്റ്നസ് ഫ്രീക്കൻ. ഓക്കെ, വർക്ക് ഓക്കെ, ഫിറ്റ്നസ് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ട്. ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, 6 months പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ വീക്ക്ലി സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ഒരു 20 to 40 kilometers ഒക്കെ സൈക്കിൾ ചെയ്യാനുണ്ട്. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ഇത് സ്ലീപ്പ് ഭയങ്കര ബാഡാണ്. കാരണം നമ്മള് അതിന്റെ റീസൺ എന്താ? മേ ബി ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഞാൻ ഒരു 12 മണിയൊക്കെ വരെ ആവും. അത് കഴിഞ്ഞിട്ട് മേ ബി രാവിലത്തെ വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതിന്റെ ലാപ്പ് വർക്ക് കഴിയുമ്പോൾ കിടക്കുമ്പോൾ ഒരു 1 to 2 ആവും. പിന്നെ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ഇൻവെന്ററി അങ്ങനത്തെ എന്തെങ്കിലും മോർണിംഗ് വരണുണ്ടെങ്കിൽ ഒരു 6 ആകുമ്പോൾ എഴുതിക്കണം. ഒരു 4 to 5 hours ഒക്കെ ഉറക്കം കിട്ടുള്ളൂ. അങ്ങനെ സ്ലീപ്പ് ഇടയ്ക്ക് ബാഡ് ആവാറുണ്ട്. അപ്പൊ ഹെക്ടിക് വർക്ക് കൾച്ചർ ആണോ അവിടെ? അവിടെ നിന്ന് മാത്രമല്ല, ബിക്കോസ് വേറെ പ്രയോറിറ്റീസ് ഉള്ളതുകൊണ്ടാണ്. നമ്മള് രണ്ടിടത്തും ഒക്കെ വർക്ക് മൾട്ടിപ്പിൾ സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും യു ഹാവ് ടു ഷോ അപ്പ് യുവർ ബെസ്റ്റ്. അപ്പൊ അങ്ങനെ ഇതാണ്. ബട്ട് 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം ഫുൾ ഉറങ്ങിയായിരിക്കും അത് സെറ്റ് ചെയ്യണേ. പറഞ്ഞ പോലെ മേ ബി കുറച്ചും കൂടെ പ്രയോറിറ്റൈസിങ് ഹെൽത്ത് കൊടുക്കുന്നുണ്ട്. ബട്ട് ജിമ്മിൽ കോൺസ്റ്റന്റ് ആയിട്ട് സജസ്റ്റ് എവരി വൺ ജിമ്മിൽ പോകുമ്പോൾ പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറും. അത് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അത് എന്തിലെടുക്കുന്ന ഡിസിഷൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. ഫിസിക്കലി ഒന്ന് സെറ്റ് ചെയ്യുക, ഏതർ വെയിൽ കൊള്ളാൻ പറ്റുന്ന വെയിൽ കൊള്ളാം, മോർണിംഗ് ജിം പോകാൻ സജസ്റ്റ് ചെയ്യും. നമ്മുടെ തോട്ട് പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഈ വാട്ട് എവർ യു ഡു, ക്വാളിറ്റി ഓഫ് ഡിസിഷൻ എടുക്കാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാനാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യണേ. സോ ഒരു 1 hour എങ്കിലും 1 hour സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആണ്. അപ്പോൾ ഐ എം ട്രൈങ് ടു ഗെറ്റ് ഒരു 1 hour ആക്റ്റീവ് ആവാൻ. ഒരു 10,000 steps ഡെയിലി നടക്കാൻ നോക്കാറുണ്ട്. 8 to 9 ആവറേജ് കിട്ടാറുണ്ട്. കാരണം ബിക്കോസ് ഞാൻ റീറ്റെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഐ ഹാവ് ടു വർക്ക്. സോ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഉള്ളത്. അല്ലെങ്കിലും ഒരു 1 hour ആക്റ്റീവ് ആവാൻ നോക്കാറുണ്ട്. അപ്പൊ 1 week ആയിട്ട് ജിമ്മിൽ പോകുന്നുണ്ട്. കറക്റ്റ് ടൈമിലാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇപ്പൊ പറയാ. ഈ ക്രേവിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ജിം മെമ്പർഷിപ്പ് എല്ലാം കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ? നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും റെഡി ചെയ്ത് തരും. പിന്നെ ഹെൽത്തിലേക്ക് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും പ്രശ്നമില്ല. ജിം മെമ്പർഷിപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ്, 30 day ഫുഡ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ലല്ല എന്റെ ഇപ്പൊ ഇൻഷുറൻസ് കൊടുക്കുന്ന പൈസ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴേ തരുന്നു. 30 day ഡയറ്റ് ഫുഡ്, ജിം മെമ്പർഷിപ്പ്, ഹെൽത്ത് ഇൻഷുറൻസ് കൊച്ചിയിലുവാ നമ്മള് ഇവിടെ ആരെങ്കിലും അസോസിയേറ്റ് ചെയ്തിട്ട് വൻ പരിപാടിയൊക്കെ അല്ല കൊച്ചിയിൽ വരികയാണെങ്കിലേ നമ്മളെല്ലാവരും കൊച്ചിയിൽ ഫുൾ ടൈം ആവുകയാണെങ്കിൽ ഇന്റർവെൽ എങ്ങനെയാണെന്ന് അറിയോ? ഇന്റർവെല്ലില് ബാഡ്മിന്റൺ ഫ്രീയാ. അവിടെ ഏത് കോർട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും കമ്പനി വിൽ പേ. പിന്നെ ക്രിക്കറ്റ് വീക്ക്ലി 1 ഫുട്ബോൾ ടേഫും മന്ത്ലി 1 ക്രിക്കറ്റ് ടേഫും. അത് ടേഫ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വരും. ആരെങ്കിലും ഒരാൾ ഇനീഷ്യേറ്റീവ് എടുക്കാനാണ് പ്രശ്നമുള്ളൂ എപ്പോഴും ടേഫ് ബുക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ കമ്പനിയിൽ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കും. നമുക്ക് ആക്ച്വലി അവിടെ നമ്മൾ അങ്ങനെ ഉണ്ട്. നമ്മളെ ഫുൾ മന്ത്ലി വീക്ക്ലി നമ്മളൊരു ടർഫ് എന്തായാലും എടുക്കും. ഫ്രിസ്ബി കളിച്ചിട്ടുണ്ടോ നിങ്ങള്? ഭയങ്കര അടിപൊളിയാ. ഞാൻ പുറത്തുനിന്ന് ഞാൻ കളിച്ചിട്ടില്ലാത്തതുകൊണ്ടെങ്കിൽ ഭയങ്കര തരാം. ഞാൻ പല സ്പോർട്സുകളും ട്രൈ ചെയ്യാം. പിക്കിൾ ബോൾ സ്പോർട്ടൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ വീക്ക്ലി ടർഫ് എടുക്കും. പക്ഷെ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ 10 to 10 വി ആർ ഓപ്പൺ. രാവിലെ ഇൻവെന്ററി രാവിലെ ചെയ്തുകൊണ്ട് രാവിലെ പറ്റില്ല. കളിക്കണത് 11 to 1-2 പിറ്റേ ദിവസത്തെ സ്ലീപ്പ്. പിന്നെ ഇന്റർവ്യൂ ജിം മെമ്പർഷിപ്പ് ഉണ്ട്. ഇതിനൊക്കെ പുറമെ ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമാണ്. അത് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹെൽത്തി ഫുഡ് കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ഫുഡ് കൊടുക്കും. കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിനും ഫുഡ് ഫ്രീ ആയിരുന്നു. ഫുൾ ഹെൽത്തി കുട്ടന്മാരായിരുന്നു. നമ്മളവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 60 രൂപയ്ക്ക് 70 രൂപക്കൊക്കെ ബിരിയാണി കിട്ടും. എല്ലാവരും പോയി ബിരിയാണി കഴിക്കുമായിരുന്നു ഒരു സമയത്ത്. ബിരിയാണി കഴിച്ചുള്ള അവസ്ഥ അറിയാലോ. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുള്ള ആ ദിവസത്തെ പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരെയും നമ്മൾ ബോധവൽക്കരണം നടത്തി. ഹെൽത്തി ഫുഡ് കഴിക്കണം നടത്തി. എന്ത് കാര്യം മൂപ്പ് പറഞ്ഞ തോട്ടില്ലേ എന്നുവെച്ചാ ഡിസിഷൻ മേക്കിംഗ് ബെറ്റർ ആവും, അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താ? 100% ശരിയാ. അത് എനിക്ക് ലാസ്റ്റ് ഒരു 1 to 2 weeks നമ്മൾ പോയിട്ട് പിന്നെ നിർത്തി കഴിയുമ്പോഴത്തേക്കും ആ ഡിസ്റ്റൻസ് മേ ബി പറയണ പോലെ നമ്മളത് നിർത്തി കഴിയുമ്പോൾ പിന്നെ ഡിസ്റ്റൻസ് പിന്നെയും ബാഡ് ആയി തുടങ്ങി നമുക്കൊരു പെർസ്പെക്റ്റീവ് മനസ്സിലാവും. എനിക്ക് ഞാൻ എന്നെ മാറ്റി നിർത്തുക. എന്റെ കോ ഫൗണ്ടേഴ്സ് എടുക്കുക. എന്റെ കോ ഫൗണ്ടേഴ്സിൽ വേറെ 4 പേരുണ്ട്. ഇതിൽ മാരീഡ് ആയിട്ടുള്ളവരുണ്ട്, മാരീഡ് അല്ലാത്തവരുണ്ട്. ഇപ്പൊ എല്ലാവരും മാരീഡ്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വീക്ക് പോയി അവസാനത്തവന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ 5 പേരും മാരീഡ് ആണ്. ഇപ്പൊ 5 ആളും മാരീഡ് ആണ്. അപ്പൊ ഈ 5
കല്യാണം കഴിക്കാത്തവരുണ്ടായിരുന്നു, കഴിച്ചവരുണ്ടായിരുന്നു. കഴിച്ചവരിൽ തന്നെ പല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പൊ രാത്രി കറക്റ്റ് വീട്ടിൽ പോയി 10 മണിക്ക് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഓഫീസ് വരുന്നവരും, രാത്രി മുഴുവൻ ഓഫീസിലിരുന്ന് വർക്കൊക്കെ എടുത്ത് ആളുകളെ മീറ്റ് ചെയ്ത് എക്സ്ട്രാ മീറ്റിംഗ്സ് ഇരുന്ന് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വരുന്നവനും തമ്മിൽ ഡേ ടൈമിലുള്ള പ്രൊഡക്ടിവിറ്റിയിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഓൾ ഇൻ ഓൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ള ആളുകൾക്ക് അനുസരിച്ചിരിക്കും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ആ മോർണിംഗ് പീരീഡിലുള്ള പ്രൊഡക്ടിവിറ്റിയിൽ നല്ല മാറ്റമാണ്. അത് മൊത്തത്തിൽ ഇമ്പ്രൂവ് ആവും. കാരണം ഈ പാതിര വരെ 3 മണി വരെ ഇരുന്ന് വീട്ടിൽ ചെന്ന് പിന്നെ വീട്ടുകാരുടെ വായിരിക്കുന്നൂടെ കേട്ട് എല്ലാം കൂടി വരുമ്പോ മൊത്തത്തിൽ ബാഡാവും. ഒറ്റക്കാണ് ഇമ്പോർട്ടന്റ്. അവിടെ ചെന്ന് മേ ബി ഒരു ഫാമിലി വൈഫൊക്കെ ഉണ്ടെങ്കിൽ വൈഫായിട്ട് വൈകിയതിന്റെ റീസൺസ് ഒക്കെ പറഞ്ഞ് അതൊക്കെ സോർട്ട് ചെയ്ത് വരുമ്പോ ഒരു നേരവും, പിന്നെ ഉറങ്ങി എഴുന്നേക്കുമ്പോ വേറെ നേരവും പെൻഡർലി പ്രൊഡക്ടിവിറ്റി ബാധിക്കും. ജിമ്മും ഡയറ്റും അല്ലാതെ സ്റ്റേ വല്ലതും പ്രൊവൈഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ക്രൈവിന്? ക്രൈവിൽ നമുക്ക് വേറൊരു വെറൈറ്റി ഐഡിയ ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ക്രിയേറ്റർ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി ബിൽഡർ ഹൗസ് ഉണ്ട്, പിന്നെ എന്ത് ഹൗസുകളുണ്ട്, വേറെ എന്തൊക്കെയോ ഹൗസുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ. മേക്കർ ഹൗസ് ഉണ്ട്, പല ടൈപ്പ് ഹൗസുകളുണ്ട്. കൊച്ചിയിൽ നമ്മള് കാലിക്കറ്റ് അവന്മാര് ബിൽഡർ ഷാമിൽ പ്ലസ് ഞാൻ കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്യപ്പോൾ അവന്മാരോട് പറഞ്ഞു, ഞാൻ ഇത് കൊച്ചിയിൽ ട്രൈ ഔട്ട്, കൊച്ചിയിൽ നമുക്ക് ഇങ്ങനെ സ്പേസ് വേണം, കൊച്ചിയിൽ ഇങ്ങനെ സ്പേസ് ഇല്ല. അവിടെ ഹഗ്ഗാമഗിൽ പോയിട്ടുണ്ട്, ഹൈലൈറ്റിന്റെ അവിടെ ഹഗ്ഗാമഗ് എന്ന കഫേ ഉണ്ട്, ഹൈലൈറ്റിന് തന്നെയാണ്. അവിടെ പോയിരുന്നുള്ള പെർസ്പെക്റ്റീവ് തന്നെ വേറെയാ, അങ്ങനെ ഒരു സ്പേസ് കൊച്ചിയിലില്ല. അപ്പോ ക്രിയേറ്റേഴ്സ് മോർ ഇൻടു ക്രിയേറ്റീവ് എലമെന്റ്സ്. ഇപ്പൊ ഈ മേക്കറിൽ അല്ലെങ്കിൽ ടിങ്കറിൽ പോയി കഴിഞ്ഞാൽ കോഡ് എഴുതിയിട്ട് പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാണല്ലോ. ഇവിടെ കോഡിന് പകരം നമ്മൾ കഥകൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോണ്ടന്റിന് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്തിട്ട് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാം, മൂവീസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ക്രിയേറ്റർ ഹൗസ് പരിപാടി. അപ്പൊ അതില് നമുക്കൊരു മിക്സ് ഓഫ് ആളുകൾ വേണം. ലെറ്റ്സ് സേ ഒരു ആനിമേഷന്റെ തീം പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അതിൽ ചിത്രം വരക്കുന്നവർ വേണം, അതിനെ ഗ്രാഫിക്സിലേക്ക് മാറ്റുന്നവർ വേണം, ആൻഡ് ഈവൻ AI ടൂൾസ് യൂസ് ചെയ്യാൻ അറിയുന്നവർ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ നമ്മളൊരു ആനിമേറ്റഡ് മൂവി തന്നെ ആനിമേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഒരു AI ക്രിയേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പലരും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മൂവീസ് ഒക്കെ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതൊരു ഫുള്ളി AI ജനറേറ്റഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എറർ കുറക്കുക എന്നുള്ളതാണ്, പെർസെന്റേജ് ഓഫ് എറർ കുറക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മൊത്തം ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന പോർഷൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനത്തെ കുറെ പ്രോസസ്സുകളുണ്ട്. അപ്പൊ അത് എങ്ങനെ വേണം, എന്ത് കൈൻഡ് ഓഫ് കോമ്പിനേഷൻസ് വേണം, എന്ത് സൈസ് വേണം ഇതിന്, പിന്നെ ഭയങ്കര വലിയ ഇപ്പൊ ഗെയിമിങ്, ആനിമേഷൻ, VFX എല്ലാം കൂടെ കഴിയില്ല. അപ്പൊ നമ്മൾ ആദ്യം ഏതെങ്കിലും കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പേസ് വരികയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് എല്ലാവർക്കും അവിടെ പോയിരിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം പ്ലാനിലുണ്ട്. അക്കോമഡേഷൻ പിന്നെ വേറൊന്നുണ്ട്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെല്ലാവരും വരൂല. അതുകൊണ്ട് നീ വരില്ല പറഞ്ഞു. പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് വേണം. ആ കമ്പനീസിലൊക്കെ ക്രൈവിന്റേതായിട്ടുള്ള പാർട്ട് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇൻക്യുബേറ്ററും ആക്സിലറേറ്റർ ഒക്കെ നമ്മൾ ഇനീഷ്യലി പുഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എല്ലാം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആദ്യം ചെയ്തിട്ട് നമുക്ക് സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം ഞാൻ പറയാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് ക്രിയേറ്റീവ് ടെക് സ്റ്റാർട്ടപ്സിൽ. ഇവിടെ ക്രിയേറ്റീവ് ടെക് സ്റ്റാർട്ടപ്സ് ഇല്ല. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണ് എന്നുള്ളതുകൊണ്ട് ഒരാൾ ക്രിയേറ്റീവ് ടെക് സ്റ്റാർട്ടപ്പ് തുടങ്ങും ഇല്ലല്ലോ. എപ്പോഴും ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ മറ്റൊരു സക്സസ് സ്റ്റോറിയാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നമ്മുടെ പേരൻസ് ഒക്കെ എന്തുകൊണ്ട് ഇപ്പൊ രാവിലെ 6 മണിക്ക് കുട്ടികളെയും കൊണ്ട് ടെറഫിൽ പോയിട്ട് അവരെ ക്യാമ്പിൽ ഇരുത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ISL കളിച്ച് BMW ബെൻസ് ഒക്കെ മേടിച്ചതിന്റെ ഒരു ബലമാണത്. ബേസിക്കലി ക്രിക്കറ്റ് ഇന്ത്യയിൽ എങ്ങനെ വളർന്നു അതുപോലെ തന്നെയാണ് ഫുട്ബോൾ കേരളത്തിൽ വളർന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ IT ഒക്കെ. എന്തുകൊണ്ടാണ് IT-യിലേക്ക് ഒരു സമയത്ത് എല്ലാവരും പോകണമെന്ന് ആഗ്രഹിച്ചത്? ഇവിടുത്തെ കുറെ ക്യാമ്പസുകളിൽ നിന്ന് 80 lakhs per annum 50 lakhs per annumത്തിനൊക്കെ പ്ലേസ്മെന്റ് കിട്ടിയപ്പോൾ പാരന്റ്സ് അതാണ് ബിഗ് തിങ് എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടുന്ന് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു IP സക്സസ്ഫുൾ ആവുമ്പോഴാണ് നാളെ ആ ഒരു ട്രെൻഡ് വരും, ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ പെസ്സിന്റെ EA ഫുട്ബോളിന്റെ കാര്യത്തിൽ പറയാറുണ്ട്, പെസ് അല്ല EA ഫുട്ബോൾ, EA ഗെയിംസിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് അതിലെ കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറെ ഗെയിമേഴ്സ് ഒക്കെ. അപ്പൊ ഇതൊന്നും ഗെയിമിംഗ് ഒന്നും ഇപ്പോഴും പാരന്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ കുറെയൊക്കെ സ്ട്രീമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പാരന്റ്സിനൊക്കെ ഇപ്പൊ ഞാൻ അടുത്ത് കണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടികൾ ഗെയിം കളിക്കുന്നത് യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നത് ഒരു പാരന്റ് സപ്പോർട്ട് ചെയ്യുന്നത്? സക്സസ് സ്റ്റോറി ഒറ്റ റീസണേ ഉള്ളൂ. സക്സസ് സ്റ്റോറി, തൊപ്പി പോലത്തെ ഒരു സ്റ്റോറി, കാസ്ട്രോ പോലത്തെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ സായിപ്പ് ടോണിയെ പോലത്തെ ഒരു സ്റ്റോറി.
അപ്പൊ അങ്ങനത്തെ കുറച്ച് സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റീവ് ടെക്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താ, അതാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാന്നുള്ളൂ. അപ്പൊ ഇവിടെ ഓൾറെഡി കുറെ നല്ല ഫേംസ് ഉണ്ട്. ഇപ്പം ആനിമേഷൻ എടുക്കുകയാണെങ്കിൽ ടൂൺസ് ഉണ്ട്, ഡാഡ്സി ഉണ്ട്, പിന്നെ IPs ബിൽഡ് ചെയ്യുന്നത് ഭൂഷൺ ജൂനിയർ എന്നൊരു കമ്പനി ഉണ്ട്. ഗെയിം ബിൽഡ് ചെയ്യാനാണെങ്കിൽ ബൺസ് ആൻഡ് സ്റ്റുഡിയോസ് ഉണ്ട്. കുറെ കമ്പനീസ് എല്ലാം കൊച്ചി ബേസ്ഡ്. ഇവിടെ ചുരുങ്ങിയത് ഒരു 15 to 20 കമ്പനീസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം VFX എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ARM, ലോക്കയുടെ ഒക്കെ VFX ചെയ്ത് ഫുൾ ഇവിടുത്തെ ടീമുകളാണ്. ARM ചെയ്തത് ഇവിടെയാണ്. അങ്ങനെ കുറെ കമ്പനികളുടെ കുറെ സിനിമകളുടെ VFX ഒക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ VFX ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ്, സർവീസ് ബേസ്ഡ് പ്രൊഡക്റ്റ് ആണല്ലോ. അതിൽ നമുക്ക് ഒരു അസറ്റ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും സർവീസ് ബേസിസിലേ പോകണം. നമുക്ക് IP ഓൺ ചെയ്യണം. പിന്നെ ട്രിവാൻഡ്രത്ത് ശരിക്കും ഇവിടെ ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഗവൺമെന്റിന് ശരിക്കും ഇതിനായിട്ടൊരു ടെക് പാർക്ക് തന്നെയുണ്ട് ഇത്തരം സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട്. കുറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയതാണ് ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രി, മൂവി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആനിമേഷനൊക്കെ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മുടെ ടൂൺസ് ഒക്കെ ഉള്ളത്. ഇപ്പൊ ടൂൺസിന്റെ പോഡ്കാസ്റ്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഫെലിക്സിന്റെ വന്ന് KPS വന്ന്. അപ്പൊ അതുപോലത്തെ ഒരു വേൾഡ് ക്ലാസ് കമ്പനി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇതൊക്കെ ലിമിറ്റഡ് നമ്പേഴ്സ് ആണ്. നമുക്കത് കുറച്ചും കൂടെ കൂട്ടി കൊണ്ടുവരേണ്ടതുണ്ട്. എന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു വിഷയം ഇവിടുന്ന് പോസിബിൾ ആവുക. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന വേറൊരു ഏരിയ ഉണ്ട്, മൈക്രോ ഡ്രാമ എന്ന് പറഞ്ഞിട്ട്. മൈക്രോ ഡ്രാമ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ? നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ IPL കാണുന്ന എത്ര പേരുണ്ട്? IPL കാണുന്നില്ലേ? ഹോട്ട്സ്റ്റാർ കഴിഞ്ഞ ഒരു 2 weeks യൂസ് ചെയ്ത് എത്ര പേരുണ്ട്? നിങ്ങൾ യൂസ് ചെയ്തില്ല? IPL ഒന്നും കാണില്ല നിങ്ങള്? ഹോട്ട്സ്റ്റാർ ഇപ്പൊ തുറക്കുമ്പോ നിങ്ങൾ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം കാണും. ഹോട്ട്സ്റ്റാർ ഫോൺ എവിടെ? ലോഗോ വേണം. ലോഗോ അല്ല, ലോഗോ മാറുന്നുണ്ട്. ഹോട്ട്സ്റ്റാർ മലയാളം ആൾക്കാർ നോക്കുന്നുണ്ടോ? ഹോട്ട്സ്റ്റാർ തുറക്കാൻ പോവാണ്. ഈ മേലെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ അത്ര തന്നെ വലിപ്പത്തിൽ വേറൊരു ലോഗോ കണ്ടോ? ടടുക്ക എന്ന് പറഞ്ഞിട്ട്. ടടുക്ക, അത് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ പുതിയ മൈക്രോ ഡ്രാമ പ്ലാറ്റ്ഫോം. ബേസിക്കലി മൈക്രോ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ക്രീനിന്റെ സൈസിൽ, ഈ സ്ക്രീനിലെ സ്ക്രീനിന്റെ സൈസിൽ കൊറിയൻ, യെസ്, അതാണ് മൈക്രോ ഡ്രാമ. മമ്മ ഇരുന്ന് കാണുന്നുണ്ട്. അമ്മ ഇരുന്ന് കാണും. അമ്മ മാത്രല്ല, മലയാളികൾ എല്ലാരും ഇരുന്ന് കാണുന്നുണ്ട്. ഒരാള് സീരിയൽ കാണണം. അപ്പൊ ഞാൻ സീരിയൽ ഇതല്ലേ സീരിയൽ കാണണം, ഷോർട്സ് പോർട്രേറ്റിൽ ഇരുന്ന് സീരിയൽ കാണും. അത് 40 എപ്പിസോഡ് 50 എപ്പിസോഡൊക്കെ ഒറ്റയടിക്ക് റിലീസ് ചെയ്യാം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ 1 മിനിറ്റ് കാണും, അടുത്തൊരു മിനിറ്റ് കാണും, അടുത്തൊരു മിനിറ്റ് കാണും. ഇതാണ് പരിപാടി. ഇത് ഒരു അപ്കമിങ് ഇൻഡസ്ട്രിയാണ്, ക്രിയേറ്റീവ് സെക്ടറിലുള്ള ഇൻഡസ്ട്രിയാണ്. ഇതിന് പല സൈഡ്സ് ഉണ്ട്. നമുക്കിപ്പോ വേണമെങ്കിൽ OTT പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് മൈക്രോ ഡ്രാമ പ്ലാറ്റ്ഫോംസ് ബിൽഡ് ചെയ്യാൻ. കോണ്ടന്റ് ബിൽഡ് ചെയ്യാൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസിയാണ്. അപ്പം ഇപ്പൊ ഈസിലി അക്വറബിൾ ബിസിനസ്സാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഒരു OTT പോലത്തെ ഒരു പ്ലാറ്റ്ഫോം, ഒരു മൈക്രോ ഡ്രാമ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈസിലി അക്വയർ ചെയ്ത് പോകാം. അപ്പം ഓൾറെഡി കുറെ പ്ലാറ്റ്ഫോം പിവോട്ട് ചെയ്ത് അവിടെ എത്തി. ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ എത്തി, ഈ നെറ്റ്ഫ്ലിക്സിന് വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഷാറുഖ് ഖാൻ ഒരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. കരൺ ജോഹാർ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒക്കെ പുറമെ മീഡിയ ചാനൽസ് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ കുക്കു FM ഒക്കെ ഫുള്ളി പിവോട്ട് ചെയ്തിട്ട് ഇപ്പൊ അവിടേക്ക് എത്തി. ഇവരുടെ പ്രൈം ഫോക്കസ് ചെയ്താണ്. അപ്പൊ ഇതൊരു ബൂമിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇതിന് കുറെ തീസിസുകൾ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സിനിമ കാണുമ്പോൾ കുറെ പേര് ഒരുമിച്ചിരുന്ന് കാണാം. പക്ഷെ മൈക്രോ ഡ്രാമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മൈക്രോ ഡ്രാമ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാം. അവരുടെ മീ ടൈം അവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ ഒരു ഫാമിലിയിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ രാത്രിക്കത്തെ ഫാമിലി ടൈം എന്ന് പറയുന്നത് 5 മീ ടൈമുകളാണ്. എല്ലാവരും ഫോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ 5 പേരും ഫോണിലായിരിക്കും. അങ്ങനെയാണ് ഒരുവിധം ഫാമിലികളൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഒരു സീരിയലും വർക്ക് ആവില്ല. ഒരു TV ഒരു സീരിയൽ ഇട്ടിട്ട് ഇത് 5 ആളെ കാറ്റർ ചെയ്യില്ല, ഇല്ലല്ലോ. പക്ഷെ 5 ആളുകൾ ഫോൺ ഇട്ടിരിക്കുമ്പോൾ 5 മൈക്രോ ഡ്രാമ അവർക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഇപ്പോഴത്തെ റെലവൻസ്. അപ്പൊ അതൊരു ബൂമിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ ടെക്നോളജി ബിൽഡ് ചെയ്യാൻ പറ്റും. അവിടെ ശരിക്കും ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് AI ജനറേറ്റഡ് മൈക്രോ ഡ്രാമകൾക്കുള്ള ആക്സെപ്റ്റൻസ് കൂടി വരുന്നുണ്ട്. AI ജനറേറ്റഡ് സിനിമകൾ ആളുകൾ കാണൂല ഇപ്പോ, ആസ് ഓഫ് ടുഡേ. AI ജനറേറ്റഡ് സീരിയൽ കാണില്ല, പക്ഷെ AI ജനറേറ്റഡ് മൈക്രോ ഡ്രാമ കാണുന്നുണ്ട്. കാരണം 1 മിനിറ്റിൽ ഇനിയിപ്പോ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഇതൊരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡിലേക്ക് പോകുമ്പോൾ കൺസിസ്റ്റൻസി ഇത്ര കുറഞ്ഞാലും പ്രശ്നമില്ല. അപ്പൊ അതും വർക്ക് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലെങ്ങനെ ഒരു ഫസ്റ്റ് മൂവർ ആവാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് ക്രിയേറ്റീവ് ടെക്. അപ്പൊ ഞാൻ പറഞ്ഞത് ഡിസ്കഷൻ നടക്കുന്നത് ഫൗണ്ടർ ലെവലിലാണ്. നമ്മൾ ഇംപ്ലിമെന്റേഷനിൽ വരുമ്പോൾ പല പ്രൊജക്ട്സ് വരും. ആ പ്രൊജക്ട്സിൽ പല ആളുകൾ വരും. ഇപ്പം ഒരു D2Cയുടെ കുറച്ച് വെർട്ടിക്കൽസ് വരുന്നുണ്ട്. ക്രൈവിന്റെ മൈന്യൂട്ട് IP റിലേറ്റഡ് തന്നെ നമ്മൾ D2Cയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ ശരിക്കും ഞാൻ
എൻ്റെ കോഫൗണ്ടറായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡിസ്കസ് ചെയ്തത് അബ്ദുലായിട്ടാണ്. അബ്ദുലായിട്ട് കുറേ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം പ്രൊജക്ട് ബേസിസിലായിരിക്കും എന്ന് മാത്രം, കുറേ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ശരിക്കും നിങ്ങളൊക്കെ കാണുന്നത് ഓരോ പ്രൊജക്റ്റിൻ്റെ എൻ്റെ കോഫൗണ്ടറായിട്ടാണ്. ഓരോരുത്തർക്ക് ഫിറ്റ് ആവുന്ന കുറേ പ്രൊജക്ട്സ് വരും. അപ്പം ഇപ്പോൾ ലെറ്റ്സ് ഇൻക്യുബേറ്റർ വരികയാണ്. ആ ഇൻക്യുബേറ്റർ മേ ബി കുറേ കമ്പനീസിനെ മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഗൈഡ് ചെയ്യുന്ന മെന്റർ റോളിലേക്ക് വരുമ്പോൾ മേ ബി സ്റ്റെഫിനായിരിക്കും കൂടുതൽ ഫിറ്റ് ആയിട്ട് വരിക. അപ്പൊ ആ പ്രൊജക്ട് സ്റ്റെഫിനായിരിക്കും കൂടുതൽ റെലവെന്റ് ആയിട്ട് വരിക. അതേ സമയത്ത് ഒരു ക്രിയേറ്റർ ഹൗസ് വന്നു, അവിടെ കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ കുറെ ഐഡിയകളുണ്ട്, കുറെ തോട്ട്സ് അവരുടെ മൈൻഡിലുണ്ട്, കുറെ സ്റ്റോറീസ് അവരുടെ മൈൻഡിലുണ്ട്. അവിടെ മേ ബി നമുക്കൊരു സാസ് ബിൽഡ് ചെയ്യണം. ആർക്ക് എന്ത് സ്റ്റോറി ഉണ്ടെങ്കിലും ആ സ്റ്റോറി അവർക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു സാസ്, അങ്ങനെയാണെന്ന് ഐഡിയ ചെയ്തിരിക്കുക. നമ്മളൊരു വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മിനിമം ആനിമേറ്റഡ് വലിയ കൺസിസ്റ്റൻസി ഒന്നും ഇല്ലാത്തൊരു വേർഷൻ കിട്ടുന്നത് എഡിറ്റബിൾസ് ആണ്. അപ്പോൾ ഒരു സാസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ മേ ബി ആ സാസ് നമ്മുടെ ഒരു കോർ പ്രൊഡക്റ്റായി മാറും. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ കെയിനായിരിക്കും കൂടുതൽ റെലവൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 10 പേര് ശരിക്കും 10 വേഴ്സറ്റൈൽ ആളുകളാണ്. ഒരു ടെക് ഒരു മാർക്കറ്റിംഗ് ഇല്ലാത്ത ആളുണ്ടായില്ല. പക്ഷെ അവർക്കും നമ്മൾ കണ്ട 1-2 പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ആളുകളെ നമ്മൾ ഇനീഷ്യലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ലിറ്ററലി നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്വാളിറ്റിയുള്ള ആളുകൾ നമുക്ക് വേണം, ഇന്ന കാര്യം വേണം. ചിലപ്പം നമ്മൾ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, നമ്മളൊരു ADHD ട്രേറ്റുള്ള ഒരാളെ വേണം എന്നുള്ളത് വരെ നമ്മൾ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊരു റീസൺസ് ഉണ്ട്. അപ്പൊ അതിലെ പ്രൊഫൈൽ ഫിറ്റിംഗ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങളെ നമ്മൾ പല രീതിയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല രീതികൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പക്ഷേ എഗെയിൻ ഓരോരുത്തരുടെ റെലവൻസ് വരുന്ന ഓരോ പോയിന്റിലായിരിക്കും. അതുവരെ നമ്മൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ അടുത്ത് ഒരു ഹാർഡ് കമ്മിറ്റ്മെന്റ് എടുക്കുന്നൊന്നുമില്ല. യു ആർ ഫ്രീ ടു എക്സ്പ്ലോർ എനിത്തിങ്. ഞാൻ അബ്ദുൽ കെയിനൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ഫ്രീ ടു ഡു എനിത്തിങ്. നമുക്ക് നിങ്ങളെ വേണ്ട സമയത്ത് നിങ്ങളെ കൊണ്ടുവരാൻ നമുക്കറിയാം. അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യും. വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുവരും, ഇല്ലെങ്കിൽ അത് നമ്മുടെ ലോസ് ആയിട്ട് നമ്മൾ കണക്കാക്കും. പോയതപ്പോ ഹെൽത്ത് പോയത്. അപ്പം കെയിന് പറഞ്ഞില്ല. ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ഞാൻ കോളേജിൽ എനിക്ക് 4 സെം ഞാൻ ജിമ്മിൽ പോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് സെം ആയപ്പോ ഞാൻ ഇങ്ങനത്തെ ഇവന്റ്സിനൊക്കെ ഇറങ്ങി പിന്നെ എനിക്ക് ജിമ്മിൽ പോകാൻ തീരെ ആ എഫക്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ നല്ല എഫക്ട് കിട്ടുന്നുണ്ട്. ലൈക്ക് മാർക്കിൽ വരുന്ന വ്യത്യാസമല്ല, മെന്റൽ വെൽബീങ്ങിൽ തന്നെ ഭയങ്കര എഫക്ട് ഉണ്ടായി. ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡോക്ടർ അടുത്ത് പോയതോ എനിക്ക് ഡെന്റിസ്റ്റ് ആണ് പോകേണ്ട ആവശ്യമുള്ളൂ. ലാസ്റ്റ് പോയി. അബ്ദുൽ ഗുഡ്. കുറെ ആയി, ഒരു പനി വന്നപ്പോ എന്തോ ജസ്റ്റ് ഒന്ന് പോയി. കുറെ ആയി വെറുതെ പെട്ടെന്ന് ക്യൂരിയസ്. ഞാൻ ലാസ്റ്റ് പോയതാ കുറെ. എനിക്ക് തോന്നുന്നു കാലിന്റെ കാര്യത്തിനായിരിക്കും. ഫിസിയോ ചെയ്യാനുണ്ട് എപ്പോഴും. ഫിസിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളി നിർത്തിയിട്ടില്ല, എപ്പോഴും കളിക്കും. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും എന്നോട് കളി നിർത്താൻ എന്നോ പറഞ്ഞതാ. പക്ഷെ എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഞാൻ ഈ റിസ്ക് കാൽക്കുലേഷൻ നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി എൻ്റെ സർജറി ചെയ്ത 2 കാല് വീണ്ടും ലിഗമെന്റ് ഇഷ്യൂ ആയി. ഒരു 3-4 ഇയേഴ്സ് ആയി, 5 ഇയേഴ്സിൽ കൂടുതലായി. അപ്പൊ എനിക്ക് 2 ഓപ്ഷനാണ് ഇനി ഉള്ളത്. ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ നീ റീപ്ലേസ് ചെയ്യാം. അപ്പൊ നീ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു 10 to 15 ഇയേഴ്സ് മാക്സ് അത്ര കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ 30ാമത്തെ വയസ്സിൽ നീ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 40-45 കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നീ റീപ്ലേസ് ചെയ്തിട്ട് വരും. അവർ പറയുന്നത് ഇപ്പൊ അത്ര കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ടെക്നോളജി അത്രേ ഉള്ളൂ. അപ്പൊ മേ ബി ഒരു 5 ഇയേഴ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പം എനിക്ക് മൊബൈൽ ആപ്പിൽ നീ റീപ്ലേസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബെറ്റർ ടെക് വന്നു കഴിഞ്ഞാൽ. അപ്പൊ 5 വർഷം കൂടി എങ്ങനെയെങ്കിലും തള്ളി നീക്കുന്നതല്ലേ നല്ലത്. അതൊരു കാര്യം. പിന്നെ നീ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള കൺസ്ട്രെയിൻസ് പിന്നെയും കൂടും. അപ്പൊ ഇപ്പം കാശിന്റെ മാത്രം കാര്യമില്ല, നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫുട്ബോൾ കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക. കളിക്കുമ്പോ പെയിൻഫുൾ അല്ല, കളിക്കുമ്പോ ഇഞ്ചുറിക്കുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ എനിക്ക് സ്ട്രേറ്റ് ഡ്രൈവ് ഓക്കെയാ, പക്ഷെ AB de Villiers ആവാൻ നടക്കില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ക്രിക്കറ്റ് അറിയുന്നവരാണെന്ന് വിചാരിക്കുന്നു, അതാണ് അതിലെ പ്രശ്നമുള്ളൂ. ഇനി ഫുട്ബോൾ ആണെങ്കിലും എല്ലാവരുമായിട്ട് കളിക്കാൻ പറ്റില്ല, ചില ആളുകളുമായിട്ട് കളിക്കുക. ഫുട്ബോള് ഡിഫറെന്റ് പേർപ്പസിൽ കളിക്കുന്ന ആളുകളുണ്ട്. അതെ, റാമോസുമാരൊക്കെ ഉള്ള കളികളുണ്ടാവും, അവിടെ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ എന്റെ അനിയന്റെ കൂടെ ഒന്നും കളിക്കൂല. അനിയൻ ഭയങ്കര, അനിയനും ഈ പറഞ്ഞ പോലെ ഇപ്പൊ കോർപ്പറേറ്റ് ജോബ് ആയതുകൊണ്ട് പഴയ ആരോഗ്യമൊന്നുമില്ല. 5 to 10 minutes കഴിഞ്ഞാൽ അവനും കിതയ്ക്കും.
പക്ഷെ അവൻ ഭയങ്കര ഇന്റൻസാ കളിക്കുമ്പോൾ, ജയിക്കണം. ഫണ്ണിന് വേണ്ടി കളിക്കൂല, കളിച്ചാ ജയിക്കണം. ഒരേ ടീമിലിട്ട് കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമാണ്. ഞാൻ അവൻ്റെ ചീത്ത കേൾക്കണം. കാരണം അവന് ജയിക്കാനും വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ ഒരു ചാലഞ്ചായിട്ട് ഞാൻ മാറും. കാരണം നമ്മുടെ മനസ്സെത്തുന്നിടത്ത് ഇപ്പം ബോഡി എത്തൂല ഫുട്ബോൾ കളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഈ പാഡിൽ അല്ലെങ്കിൽ പിക്കിൾ ബോൾ, ക്രിക്കറ്റ് ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ കളിക്കൽ. അപ്പം ഇതുപോലെ പരിക്ക് പറ്റുമ്പം ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ചില ദിവസം നീര് വരും. അപ്പോൾ നീര് വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ ചൂടൊക്കെ വെച്ച് എങ്ങനെയൊക്കെ നോക്കും. അപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ, ഞാൻ വേഗം അവൻ്റെ അടുത്ത് പോവും, അവനെ കൺസൾട്ട് ചെയ്യും. അല്ലാതെ വൃത്തിയില്ല. എന്നാലും ഡോക്ടറെ അടുത്ത് ഡയറക്റ്റ് പോകാനുള്ള സാധ്യത കുറവാണ്. പോയി കഴിഞ്ഞാൽ വൈഫ് അറിയും. വൈഫ് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിയാം. അതായത് ഇപ്പം ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് എന്നുള്ള ചിലപ്പോ എന്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ആ ഒരു 3-4 ദിവസത്തിന്റെ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാല് നീരുള്ള സമയത്ത് വഴക്ക് കേൾക്കുന്നതും ഇതൊക്കെ മാറിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വഴക്ക് കേൾക്കുന്നതും മാറ്റുന്നുണ്ട്. അപ്പോ അതാണ് അതിലെ കാര്യം. അപ്പൊ എല്ലാവരും ഹെൽത്ത് ഒക്കെ ഫോക്കസ് ചെയ്യാം. എല്ലാവർക്കും അറിയാൻ പിക്കിൾ ബോൾ ഇതുപോലത്തെ കുറച്ചുകൂടെ ലോ ഇന്റൻസ് സ്പോർട്ട് കളിച്ചിട്ട് എന്തെങ്കിലും ഡിഫറൻസ്, ഐ മീൻ കളിക്കണോണ്ട് എന്തെങ്കിലും മെന്റലി ഒബ്വിയസ്ലി മെന്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്ത് സ്പോർട്ട് കളിച്ചു കഴിഞ്ഞാലും ഭയങ്കര സന്തോഷം മനസ്സിന്. എനിക്ക് പേഴ്സണലി ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ പ്രശ്നമാണ്. കാരണം ഇപ്പോഴാണല്ലോ പേരൻസ് ഒക്കെ ഇവിടെ പുഷ് ചെയ്യാൻ തുടങ്ങിയത് കുട്ടികളൊക്കെ എല്ലാ സ്പോർട്ടിലേക്കും. നമ്മുടെ നാട്ടില് ഞാൻ ഓർമ്മ വെച്ച കാലം മുതലേ കളി കഴിഞ്ഞിട്ടുള്ള പഠനം മതി എന്നുള്ള കൈൻഡ് ഓഫ് പേരൻസാണ്. അത് നമ്മുടെ നാടിന് മാത്രം പ്രത്യേകത. അവിടെ എല്ലാ കളികളും ഉണ്ട്. കാരണം നമുക്ക് അവിടെ സക്സസ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതാ റീസൺ. ഇപ്പൊ എന്റെയൊക്കെ ഫാദറിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീം കളിച്ച പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. അതായത് ഇപ്പം IM വിജയന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ടീം കളിച്ച പ്ലേയേഴ്സ്, IM വിജയന്റെ കൂടെ കളിച്ച പ്ലേയേഴ്സ്. അത് കഴിഞ്ഞിട്ട് എല്ലാ ജനറേഷനിലും എവറി 3-4 ഇയേഴ്സിൽ ഇന്ത്യൻ ടീം കളിച്ച പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ സക്സസ് സ്റ്റോറീസ് ഉള്ളത് കൊണ്ട് ഫുട്ബോളിന് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അരീക്കോട് ഞങ്ങളെ സ്ഥലത്തിന്റെ പേര്. ഞങ്ങള് പിന്നെ അനൗൺസ്മെന്റിലൊക്കെ ഞങ്ങളെ തന്നെ പറയല് ഫുട്ബോളിന്റെ മക്കാന്ന്. ഞങ്ങളെ തന്നെ പറയല് എന്നിട്ടേ വേറെ ആരോ പറയണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണ്. ഈ സെവൻസിലൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ മൂടാ. ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഫുൾ എല്ലാ കളിയും ഫ്ലഡ് ലൈറ്റ് തന്നെ. ഇപ്പൊ എല്ലാ സ്റ്റേഡിയത്തിലും രാത്രി ലൈറ്റ് ഉണ്ടാവും. ഇപ്പൊ എന്റെ വീടിന്റെ അറൗണ്ട് ഒരു 5-6 സ്റ്റേഡിയം ഉണ്ട്. എല്ലാം ഫ്ലഡ് ലൈറ്റ് ഈ സീസൺ വരുമ്പോ. സെവൻസ് ഒക്കെ വന്നാൽ ആഫ്രിക്കൻ ഇമ്പോർട്ട് ചെയ്യും ആൾക്കാരെ. ഇപ്പൊ ഞങ്ങളുടെ അവിടെയും പുറത്തുനിന്ന് ആൾക്കാർ വരും കളിക്കാൻ. മലയാളികളൊക്കെ ടീമിൽ 1-2 പേര് പേരുണ്ടാവും. ഇത് നമ്മൾ ഈ ആഫ്രിക്കൻ കൺട്രീസിലുള്ള ആളുകളെ വളരെ ചെറുപ്പം മുതലേ കാണുന്ന നമ്മളെ കൂടെ കളിക്കാൻ വേണ്ടി വരുന്നവർ. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ ഞങ്ങളെ ഗ്രൗണ്ടിൽ ആഫ്രിക്കൻസ് ഉണ്ടാവും. അന്നേ അവിടുന്ന് ആളുകൾ ഇമ്പോർട്ട് ചെയ്തു. സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ നമ്മളവിടുത്തെ സ്റ്റോറിയാണ്. പിന്നെ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സുഡാനി ഫ്രം നൈജീരിയ നമ്മളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സെവൻസ് ഒരു വേറെ വികാരമാണ് എപ്പോഴും. ഇപ്പം ഞാൻ വരുമ്പോ അവിടെ ടൂർണമെന്റ് നടക്കുന്നുണ്ട് നാട്ടിൽ. മന്ത്ലി പോവോ വീട്ടിലേക്ക്? മന്ത്ലി പോവില്ല, റിക്വയർമെന്റ് അനുസരിച്ചാ. ഇത് ഭാര്യനോട് ഞാൻ പറയും ഓരോ തവണ വരുമ്പോ ഇനിയിപ്പൊ നമുക്കൊരു 4-5 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ പോവാ. പക്ഷെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് പോവാനുള്ള. അപ്പൊ കേട്ടിട്ടുണ്ട് അറിയും വൈഫ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ മടിയാ. പക്ഷെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതേപോലെ ഇവന്റ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പോവാറില്ല. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ പോയത് കോ-ഫൗണ്ടർ കല്യാണത്തിന് വേണ്ടിയിട്ട്. അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ മുന്നേ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അത് ഒഴിവാക്കാൻ പറ്റില്ല. അതിന്റെ മുന്നേ ചെറിയ പെരുന്നാളിന് പോയി. ഒഴിവാക്കാൻ പറ്റില്ല. ഇനിയിപ്പോ 3 ആഴ്ച കഴിഞ്ഞ് വലിയ പെരുന്നാൾ വരും. അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ പോകുമ്പോഴൊക്കെ അതേപോലെ മൾട്ടിപ്പിൾ ഇവന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ തീർത്താ വരിക. ഇപ്പൊ ലാസ്റ്റ് പോയപ്പോൾ ഈ ഹെഡെക്സ് എന്ന് പറഞ്ഞ കോൺക്ലേവ് ഉണ്ടായിരുന്നു. പിന്നെ ഹൈലൈറ്റിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കോളേജിൽ ഇവന്റ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ 3-4 ഇവന്റ് ഞാൻ ആ സമയത്ത് ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോ അടുത്ത പെരുന്നാളിന് പോണ സമയത്ത് KTX ഉണ്ട്, KPEX ഉണ്ട്, പിന്നെ ഹൈലൈറ്റിൽ തന്നെ വേറെ സമ്മിറ്റ് വരുന്നുണ്ട്. അങ്ങനെ 3-4 ഇവന്റ് ഉണ്ട്. പാലക്കാട് ഒരു ഇവന്റ് വരുന്നുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് കാർണിവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം ഇൻവിറ്റേഷൻ വന്നത് ആ ഒരു 1 വീക്ക്. How do you manage calendar person ആണോ? Calendar person ആണോ? How do you manage time? എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല.
ഒരു ദിവസം മാക്സിമം 2-3 എൻഗേജ്മെന്റ്സ് ഉള്ളൂ. ഇന്ന് രാവിലെ 9 മണിക്ക് പാട്രിയോട്ട്, 12:30 പള്ളി, 3 മണിക്ക് ഈ ഷൂട്ട്, ഇനി 8:30 ഒരു മീറ്റിംഗ്, ബസ് പരിപാടി. അപ്പൊ 4 കാര്യങ്ങൾ ആലോചിച്ച് വെക്കാനുള്ളൂ. നോട്ട്സ് വെക്കാൻ മാത്രം കാര്യങ്ങളില്ല. ഇന്റർവെൽ ആയിരുന്നല്ലോ. നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ ടൈയുടെ ഒരു സ്റ്റാർട്ടപ്പ് പിച്ചിൽ ജഡ്ജ്. അല്ല ഇന്റർവെൽ ആയിരുന്നല്ലോ, അപ്പൊ പാക്ട് അല്ലേ? ഇന്റർവെൽ ആയിരുന്നപ്പോഴും ഞാൻ ചില AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡോളോ AI എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. വാട്സ്ആപ്പ് ബോട്ടാ. ഇപ്പൊ അവര് പിവോട്ട് ചെയ്ത്, കമ്പനി എന്തോ പിവോട്ട് ചെയ്ത് വേറെന്തിലേക്ക് മാറി. അല്ല ഗൂഗിൾ കലണ്ടറും പരിപാടി. അല്ല ഗൂഗിൾ കലണ്ടർ തന്നെ ഡോളോ AI ഇത് വോയിസ് നോട്ട് അയച്ചാൽ മതി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്ന ഒരു 2-3 ഇയേഴ്സ് ബാക്കാ AI ഇത്ര അഡോപ്ഷൻ വരുന്നതിന് മുന്നേ വന്നിട്ടുള്ള ബോട്ടാണ്. അപ്പൊ ആ സമയത്ത് ഇതേപോലെ ചാറ്റ് ബോട്ടിൽ വോയിസ് അയക്കും, നാളെ ഇന്ന കാര്യം ഓർമ്മിപ്പിക്കണേന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ അയച്ചാൽ ഓട്ടോമാറ്റിക്കലി കാലണ്ടറിൽ കയറും. ഇപ്പൊ കലണ്ടർ യൂസ് ചെയ്യാറില്ല. കാലണ്ടർ യൂസ് ചെയ്യാറുണ്ട്. കല്യാണങ്ങളെ മറന്നു. കാരണം കല്യാണങ്ങൾ എപ്പോഴും കുറെ മുന്നേ അവർ വിളിക്കും, അപ്പൊ അത് മറന്നു. അപ്പൊ കല്യാണങ്ങളെ കല്യാണത്തിന് റിമൈൻഡർ വിളിക്കില്ലല്ലോ. കല്യാണ റിമൈൻഡർ വിളിക്കൂലല്ലോ, ഒറ്റ തവണ വിളിക്കുള്ളൂ. മറ്റേ പരിപാടിയുടെ പ്രശ്നം, പരിപാടിയുടെ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റാ മതി, ഒരു 3-4 ദിവസം മുന്നേ പോസ്റ്റ് വരും ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ, അപ്പൊ നമുക്ക് ഓർമ്മ വരും. പക്ഷെ ഇതൊരു രീതിയിലും റിമൈൻഡർ ഇല്ല. കല്യാണം വിട്ടുപോയ സീന. എല്ലാ കല്യാണങ്ങളും ഞാൻ പോകാറില്ല, പക്ഷെ പോകുന്ന കല്യാണം കൂട്ടത്തുള്ളവരെല്ലാരും പെണ്ണ് കിട്ടി, ഇനി ആരും ഇല്ല കെട്ടാൻ. എല്ലാരും 30s ആയില്ലേ. ശരിയാ. ഇന്റർവെല്ലിൽ ഞാൻ എല്ലാരും കെട്ടിച്ചിട്ടു. ഇന്റർവെല്ലിൽ ഞാനില്ലേ ഒരു 20+ കല്യാണങ്ങൾ നടത്തിയിട്ടുണ്ട്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം പോയി ചോറുന്ന പേരിൽ മാത്രമല്ല, ബ്രൈഡിനെയും ഗ്രൂമിനെയും കണ്ടുപിടിക്കുന്നത് മുതൽ അവിടുന്ന് അങ്ങോട്ട് എല്ലാം. അത് നല്ല സുഖമായിരുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പൊ ഞാൻ ഇറങ്ങുന്ന സമയത്ത് 500 എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ എപ്പോ ഒരു 350 വുമൺ 150 മെൻ ആയിരിക്കും. ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. ഒരുപാട് എന്റെ കമ്പനിയിൽ 20-ൽ കൂടുതൽ കല്യാണങ്ങൾ കമ്പനിയുടെ ഉള്ളിൽ തന്നെ നടന്നിട്ടുണ്ട്. ലവ് മാരേജ് ആയിട്ടും അറേഞ്ച് മാരേജ് ആയിട്ടൊക്കെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഏജ് ആണ്. പിന്നെ എല്ലാവരും ഇൻകം നന്നായിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ സെയിൽസിലുള്ളവരുടെ കല്യാണങ്ങളാണ് നടന്നിട്ടുള്ളത്. പിന്നെ ക്ലയന്റ് റിലേഷൻസിലുള്ളവരൊക്കെ അവരെല്ലാവരും സംഭവം അറൌണ്ട് 50,000 to 80,000 ഏൺ ചെയ്യുന്നവരാണ്. അപ്പൊ അത്രയും ഇവരുടെയൊക്കെ വയസ്സ് എന്ന് പറയുന്നത് 21 to 23, 24 ആയിരിക്കും. അപ്പൊ ആ പ്രായത്തിൽ അത്രയും പൈസ ഏൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു പാർട്ട്ണറെ കണ്ടുപിടിക്കാനുള്ള പ്രിവിലേജസ് ഫാമിലിയിലും സൊസൈറ്റിയിലും ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒരാളുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ തന്നെ ചിലപ്പോൾ ഇരിക്കും. അപ്പം എന്റെ ഒരു കോ-ഫൗണ്ടർ ഇന്റർവ്യൂവിന്റെ അകത്ത് തന്നെ കല്യാണം കഴിച്ചു. അപ്പം അവന് ബേസിക്കലി ലവ് മാരേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജ് അല്ല, പക്ഷെ ആണെങ്കിൽ അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. ഇന്ന ആള് നല്ല ആളാണ്, സ്കിൽഡ് ആണ്, പിന്നെ നല്ല സ്വഭാവമാണ്, നല്ല ക്യാരക്ടറാണ്, നല്ല ഫാമിലിയാണ്, നമുക്ക് എന്തുകൊണ്ടും പറ്റും, നമുക്ക് ഇത് നോക്കിയാലോ എന്നുള്ളത്. അങ്ങനെ എല്ലാരും കൂടെ എല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് നടത്തുന്ന പോലെ നടത്തിയിട്ടുള്ള റിലേഷൻഷിപ്പ്. സ്കൂളിലൊരുത്ത് കൂട്ടുകാരൻ ഇത് സെറ്റാണ്, പിന്നെ ഒബ്വിയസ്ലി ഇവൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്നാ ഇതാണ്, പിന്നെ അതായി. അങ്ങനെ നടത്തിയിട്ടുള്ള കല്യാണങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പ്രേമിച്ചവരുണ്ട്. പ്രേമിച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ കമ്പനിയിലിപ്പോ 2 പേര് തമ്മിൽ പ്രണയിക്കുമ്പോൾ ഇവർക്കിത് വീട്ടിൽ പറയാനുള്ള ഈസിയസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ത്രൂ ആണ്. കാരണം നമ്മൾ ഫൗണ്ടേഴ്സ് എന്നുള്ള എംപ്ലോയേഴ്സ് ആണല്ലോ. ഇവരുടെ 2 ആളുടെ ഫാമിലിയിൽ അറിയുന്നവരും ആയിരിക്കും. നമ്മൾ പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്, റെസ്പെക്റ്റും ഉണ്ട്. നമ്മുടെ നാട്ടുകാരിലുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും. കാരണം നാട്ടിൽ നമുക്ക് വേറെ തന്നെ ഒരു ഇമേജാ, ഒരു വാത്സല്യത്തോടും സ്നേഹത്തോടും ഉള്ളൊരു ബഹുമാനം. നാട്ടിൽ നിന്ന് സംരംഭം തുടങ്ങി അതിന് നാടിന്റെ പേരിന്റെ യശസ് ഉയർത്തി എന്നൊക്കെയുള്ള ആ ഒരു മൂഡിലുള്ള പരിപാടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ പേരൻസ് നാക്കും ഒരു ഇഷ്ടമൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും പോലെ നല്ലൊരു മൂഡിലിരിക്കും. അപ്പൊ വേഗം ഞങ്ങളെ തലയിലിടും. അങ്ങനെ നമ്മൾ സംസാരിച്ചിട്ടുള്ള കുറെ കല്യാണങ്ങളൊക്കെ ഉണ്ട്. ഹൗസ് ഇന്റർവെൽ ഇപ്പോ ഇന്റർവെൽ ഈസ് ഡൂയിങ് ഗുഡ്, ആക്ച്വലി അമേസിംഗ്ലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ കോ-ഫൗണ്ടർ, ഞാൻ CEO ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടൊരു വേർട്ടിക്കലാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് കുറെ കൂടെ അങ്ങനത്തെ ഒരു സ്കില്ല. ഞാൻ മറ്റേതിങ്ങനെ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. മൾട്ടിപ്പിൾ വേർട്ടിക്കൽസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബിസിനസ്സസ് ഒരേ സമയം ചെയ്യാൻ എനിക്കിപ്പോഴും ആ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എപ്പോഴും അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അന്ന് ആ റിസ്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇന്റർവെല്ലിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നപ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് ഹാൻഡ്
റിക്വയർമെന്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ആയിരുന്നു. ഇന്റർവെലിന്റെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചിട്ട്, ഇന്റർവെലിന്റെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ ബിസിനസ്സസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. മൾട്ടിപ്പിൾ പ്രോജക്ട്സ് എന്ന് പറയാൻ പറ്റില്ല, മൾട്ടിപ്പിൾ ബിസിനസ്സസ് ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ ഇൻഹൗസ് 4 വേറെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുണ്ട്. ഇതിന്റെ എല്ലാം പാരന്റ് കമ്പനിയാണ് ഇന്റർവെൽ ലേണിംഗ് ആയിട്ട് വരുന്നത്. അതായത് ഇന്റർവെലിന്റെ എട്ടൊക്കെ ആദ്യം ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം പാരന്റ് കമ്പനി ആയിട്ട് വരുന്നത്. ഈ കമ്പനീസ് ഒക്കെ ഇപ്പം ഓരോ ഫൗണ്ടേഴ്സ് ഓരോന്നാണ് ചെയ്യുന്നത്. ഇപ്പം ലാസ്റ്റ് സ്കില്ലെക്സിന് ഇനാഗ്രേഷൻ ചെയ്യുന്ന അപ് സ്കില്ലിംഗ് പ്ലാറ്റ്ഫോമാണ്. പിന്നെ നമുക്ക് മാജിക് ലാംപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോയ്സിന്റെ D2C ഉണ്ട്. ആ ടോയ്സിന്റെ D2C ഉണ്ട്. അത് തുടങ്ങി നമ്മളൊരു വിത്തിൻ മന്ത്സ് 10 to 15 lakhs മന്ത്ലി ചെയ്യുന്ന രീതിയിലേക്ക് സ്കെയിലായി. അതിൽ നമ്മൾ വീണ്ടും ഫണ്ട് പൂൾ ചെയ്തിട്ട് ഫണ്ട് സോഴ്സ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ റീറ്റെയിലും തുടങ്ങി. റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ലക്ഷറി ലെവൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്. നമ്മൾ ഫസ്റ്റ് ക്രെയിനേക്കാളും ലക്ഷറി എന്നൊക്കെ പറയാം. ഒരു 6,000 സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളിയായിട്ട് 6,000 സ്ക്വയർ ഫീറ്റിൽ ഒരു സ്റ്റോർ 6,000 സ്ക്വയർ ഫീറ്റിൽ. അപ്പൊ അരീക്കോട് ഒന്നും ഉണ്ട്. ഇപ്പൊ നമ്മൾ ട്രയലിൽ മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. അരീക്കോട് ഒന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒന്ന്. ഇനി നമ്മളൊരു 2-3 കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം മൾട്ടിപ്പിൾ ബിസിനസ്സസ് ഇൻഹൗസ് തന്നെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇതേ റിസോഴ്സസിനെ യൂസ് ചെയ്തിട്ട്, ഇതേ എക്കോസിസ്റ്റം യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർവെൽ ഈസ് ഗ്രോയിങ് ട്രെമൻഡസ്ലി. ഖത്തർ ബേസ്ഡ് ഇപ്പൊ ട്രെമൻഡസ്ലി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. Okay. ഇനി ഇതിന്റെയൊക്കെ സക്സസ് റേറ്റിനനുസരിച്ചിരിക്കും ഇന്റർവെലിന്റെ ഭാവി. ഇപ്പൊ എന്തെങ്കിലും ഓണർഷിപ്പ് ഉണ്ടോ? ഇക്വിറ്റി ഇപ്പോഴും ഉണ്ട് കുറച്ച്. അപ്പൊ ഓക്കെ, സക്സസ് റേറ്റ് മാറ്റേഴ്സ്. ഞാൻ സക്സസ് റേറ്റ് അതായത് ഇന്റർവെലിന്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇന്റർവെൽ എന്ന് പറയുന്ന എടെക് പ്ലാറ്റ്ഫോമിന്റെ ഗ്രോത്ത് റേറ്റ് മാത്രമല്ല, മൾട്ടിപ്പിൾ വെഞ്ചേഴ്സിന്റെ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പം ഒരു ഒറ്റ വെഞ്ചർ ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോസിറ്റീവിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി എല്ലാവരും കുറച്ച് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇന്റർവെലിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഹ്യൂജ് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വാല്യുവേഷൻ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർവെൽ ഈസ് ഡൂയിങ് ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇന്റർവെൽ 2.0 ലോഡിംഗ് ആണ്. അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മള് ഒരുപാട് മണിക്കൂറുകളായി നമ്മള് ഹെൽത്ത് അവസാനം ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് ആണ്. വെൽത്ത് ഡിസ്കസ് ചെയ്തു. റിലേഷൻഷിപ്സിലേക്ക് ഞാൻ കൂടുതൽ കടന്നു കയറുന്നില്ല. ചിലർക്കൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെ സൗദ് പോയോ? സോ ഇത്രയും നേരം നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തത് ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ആക്ച്വലി ഒരുപാട് പേര് സംരംഭം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ ശരിക്കും അവരുടെയൊക്കെ ഏജിൽ ഒരു 21 വയസ്സ് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഇതിലെ പലരും ഡിസ്ട്രാക്റ്റഡ് ആണ്, പലരും ഫോക്കസ്ഡ് ആണ്, പലരും ഒരു വിഷനോട് കൂടി വർക്ക് ചെയ്യുന്നവരാണ്. സ്റ്റിൽ കുറെ പേര് വിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നവരുണ്ട്. ഇതിലൊന്നും ശരിയല്ല, തെറ്റല്ല. പക്ഷെ നിങ്ങൾ 5 പേരെന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു 500+ ആളുകളുടെ ടോപ്പ് 5 ആണ്. അപ്പൊ ആ ടോപ്പ് 5 ആളുകൾ എന്ത് ചിന്തിക്കുന്നു, അവരുടെ ലൈഫ് ഇപ്പൊ എങ്ങനെയാണ് പോകുന്നത്, അവരെന്തൊക്കെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്, അവരിനി എന്തൊക്കെയാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നുള്ളത്, അല്ലെങ്കിൽ അവര് ഹെൽത്തിനെ എങ്ങനെ കാണുന്നു, വെൽത്തിനെ എങ്ങനെ കാണുന്നു, റിലേഷൻഷിപ്സിനെ എങ്ങനെ കാണുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്റെ 21ാമത്തെ വയസ്സിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഞാൻ എന്റെ ചാനലിലൂടെ പറയുന്നത് ഒരിക്കലും ഇവർക്ക് റിലേറ്റബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ എന്റെ ഏജിലുള്ള ഒരാള് മേ ബി എന്റെ റിലേഷൻഷിപ്പിന്റെ ഒരു തീസിസ് ഇതാണ് എന്ന് പറയുന്നത് അവർക്ക് റിലേറ്റബിൾ ആയിരിക്കില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ പറയുന്നതാണ് അവർക്ക് റിലേറ്റബിൾ ആവുകയുള്ളൂ. പ്ലസ് നിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ടോപ്പ് 1% ആളുകളായതുകൊണ്ട് ഇറ്റ് വുഡ് ബി മോർ ക്രെഡിബിൾ. അറ്റ്ലീസ്റ്റ് അവർക്ക് ഓക്കെ അവരുടെ ട്രാക്ക് റൈറ്റ് ഓർ റോങ് എന്നുള്ളതൊന്ന് കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കോൺവെർസേഷൻ ആയിട്ട് ഇത് അവർക്ക് ഉപകാരപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഉപകാരപ്പെടട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഫൈനൽ, അല്ലെങ്കിൽ ഞാനൊരു കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജനറലി എല്ലാ പോഡ്കാസ്റ്റിലും പോയി കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. ദർ ആർ ഹെൽ ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് വെയിറ്റിംഗ് ഇൻ ദി മാർക്കറ്റ്, റൈറ്റ്? അവർ ബിൽഡ് ചെയ്യാനുണ്ട്, ജോലിക്ക് വരാനുണ്ട്, കോളേജ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇനി കരിയർ ബിൽഡ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് ആ ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങളും ആ പോയിന്റിൽ എത്തി നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളുടെ കൂടെ ആ എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുന്ന ആ ലോട്ട് ഓഫ് യൂത്തിന് അല്ലെങ്കിൽ ആ ജെൻസി
ആളുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു 1 ലൈൻ ഉപദേശം? സ്റ്റാർട്ട് വിത്ത് സ്റ്റെഫി. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, വിഷണറി. എന്തുണ്ടെങ്കിലും വിഷണറി ആയിട്ടിരിക്കുക, അത് ബിൽഡ് ചെയ്യുക. പാളിപ്പോവോ കയ്യിൽ പോവോ ഒന്നും പ്രശ്നം നോക്കണ്ട, ബിൽഡ് ചെയ്യുക. കാരണം നാളെ ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ എന്നൊരു തോന്നൽ മൂലം വിഷമിക്കാൻ പാടില്ല. ക്രിയേറ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് ഫെയിൽ, ലെറ്റ് ഇറ്റ് ഫെയിൽ. പെട്ടെന്ന് ഫെയിൽ ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് വർക്ക്ഔട്ട് ആയില്ല എന്ന്. അടുത്ത ബിൽഡ് ചെയ്യുക, വിഷണറിയെ മുമ്പോട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പറയുകയാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം മാക്സിമം. നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലാത്ത കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് ഇൻട്രസ്റ്റ് അല്ലാത്ത കാര്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ പറ്റി ഒരു കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ എൻ്റെ ഒരു ഇതിലും ഞാൻ അതാണ് ഫേസ് ചെയ്തത്. സോ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കൊരു പോയിന്റ് നമുക്ക് കിട്ടും. സോ എക്സ്പ്ലോർ ചെയ്യാം മാക്സിമം. എല്ലാവരും വിശ്വസിക്കണം എന്നില്ല. അപ്പോൾ സ്വന്തം നമ്മളെ വിശ്വസിക്കുക, കീപ്പ് ഹസ്റ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് എത്ര എന്തിനാണെങ്കിലും ശരി. ഷായി. you're going the right route. Whatever you're doing, keep doing. അതിൽ നമുക്ക് ജസ്റ്റ് വേറെ ആരും പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മളെ തന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ആർ വി സാറ്റിസ്ഫൈങ് ആർ സെൽഫ്സ്? അല്ലെങ്കിൽ നമുക്ക് എത്താനൊരു ഗോൾ നമുക്ക് എല്ലാവർക്കും മൈൻഡിൽ സംവേർ ദർ ഉണ്ടാവും. ഓരോരുത്തരും പോണ വഴി ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഗോളിലേക്കാണ് നമ്മൾ പോണേന്ന് ഇടയ്ക്ക് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക, റീതിങ്ക് ചെയ്യുക. ജസ്റ്റ് കീപ് ഗോയിങ്. ആസ്ക്. ചോദിച്ചാലേ അറിയുള്ളൂ. നിനക്ക് എന്താ വേണ്ടതെന്നുള്ള ചോദിക്കുക. ധാരോടാണെങ്കിലും നോ മാറ്റർ ചോദിക്കുക. ഇഫ് യു വാണ്ട് സംതിങ്, കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് ചോദിക്കുക. ആൻഡ് സെക്കൻഡ് തിങ്, നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇതാണ് ഓപ്പൺ എങ്കിൽ ഇത് ഓപ്പൺ ആക്കുക, എക്സ്പ്ലോർ ചെയ്യുക. അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിലേക്ക് ലീൻ ചെയ്യുക. ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ആസ്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഹൈലി വാല്യുബിൾ 3 hours. എനിക്കും ഭയങ്കര ലേണിംഗ് ആയിരുന്നു. കുറെ നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ, അതായത് ഓരോ വ്യക്തികളെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പൊ ശരിക്കും ഇപ്പം ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾ എന്നോടല്ല താങ്ക്സ് പറയണത്, ഞാൻ നിങ്ങളോടാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ ജോയിനിങ്, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ വൈസ് വിസ്ഡം. താങ്ക് യു. Thank you.